മൂന്നാമത്തെ രാത്രിയിലും ദൈവ വചന കേൾവിക്കായി ഇവിടെ കൂടി വന്നിരിക്കുന്നവരും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് ഇത് കേൾക്കുവാൻ കാതോർത്തിരിക്കുന്നവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിക്കുന്നു. വിശ്വാസത്തിന്റെ പരിശോധന എന്ന വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയുണ്ടായി. വിശ്വാസത്തിന് പരിശോധന പല തരത്തിൽ വരാം. അതിലേറ്റവും വിഷമം ഉളവാക്കുന്ന ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ ആശയക്കുഴപ്പം, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് തന്നെ ആശയക്കുഴപ്പം ഉണ്ടാവുക എന്നുള്ളത്. ആദ്യത്തെ യോഗത്തിൽ ക്ലാസ്സിൽ 73-ാം സങ്കീർത്തനത്തിൽ ആസാഫിനുണ്ടായ ഒരു വലിയ ആശയക്കുഴപ്പത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. ദുഷ്ടന്മാർ പ്രബലന്മാരാകുന്നതും നീതിമാന്മാർക്ക് കഷ്ടവും സങ്കടവും വരുന്നതും എന്തുകൊണ്ടാണ് എന്നുള്ള വലിയ ആശയക്കുഴപ്പമാണ് ആസാഫിനുണ്ടായത്. എന്നാൽ അവൻ ദൈവസന്നിധിയിൽ ചെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിച്ചപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാട് കിട്ടുകയും ദുഷ്ടന്മാരുടെ നന്മ, അഭിവൃദ്ധി താൽക്കാലികമാണ്. ദൈവമക്കളെ സംബന്ധിച്ച് അവർക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യവും നടത്തിപ്പും ദൈവത്തിന്റെ സുരക്ഷിതത്വവും പ്രത്യാശയും ഒക്കെ അവർക്കുണ്ട്. അതുകൊണ്ട് എന്റെ ചിന്തകൾ തെറ്റിപ്പോയി, ദൈവത്തോട് അടുത്തിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ള കൺക്ലൂഷനിൽ ആസാഫ് എത്തുന്നതായിട്ടാണ് നാം ചിന്തിച്ചത്. ഇന്നലെ രാത്രി വേദപുസ്തകത്തിൽ ഏറ്റവും വലിയ ശോധനയിൽ കൂടെ കടന്നുപോയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഇയ്യോബിനെ കുറിച്ചാണ് നാം ചിന്തിച്ചത്. ഇയ്യോബ് വളരെ ദൈവഭക്തനായ ഒരു മനുഷ്യനായിരുന്നു എന്ന് വരികിലും ചില പ്രത്യേക കാരണങ്ങളാൽ അവന്റെ ജീവിതത്തിൽ അസാധാരണമായ പരിശോധന വരുവാൻ, കഷ്ടത വരുവാൻ, ശാരീരികവും മാനസികവും മറ്റെല്ലാ നിലകളിലുള്ള വൈഷമ്യവും വരുവാൻ ദൈവം അനുവദിച്ചു. അതിന്റെ മധ്യത്തിൽ വളരെ അവൻ ദുഃഖിക്കുകയും വളരെ സങ്കടപ്പെടുകയും ദൈവത്തോട് വളരെ പരാതി പറയുകയും ഒക്കെ ചെയ്തു. എന്നാൽ ഒടുവിൽ ദൈവം തന്റെ മഹത്വം ഇയ്യോബിന് മനസ്സിലാക്കി കൊടുക്കുകയും തന്റെ തെറ്റ് ഇയ്യോബ് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ അനുതപിക്കുകയും അവന്റെ എല്ലാ പരാതികളും പിൻവലിച്ച് അവൻ ദൈവസന്നിധിയിൽ സംതൃപ്തനായി അനുഗ്രഹിക്കപ്പെട്ടവനായി തീരുകയും ചെയ്തത് നാം കണ്ടു. ദൈവത്തിന്റെ പ്രവൃത്തികൾ എല്ലാം ദൈവം വിശദീകരിച്ചെന്ന് വരികയില്ല. എന്നാൽ ദൈവം സർവജ്ഞാനിയാണ്, ഒരു തെറ്റും വരുത്താത്തവനാണ്. തന്റെ സകല സൃഷ്ടികളെയും സൂക്ഷ്മമായി പരിശോധിക്കുന്നവനും ശ്രദ്ധിക്കുന്നവനും അവർക്ക് വേണ്ടി കരുതൽ ചെയ്യുന്നവനുമാണ്. ആ ദൈവത്തെ വിശ്വസിക്കുകയാണ് പരിശോധനകളുടെ മധ്യത്തിൽ നാം ചെയ്യേണ്ടത്. എല്ലാം മനസ്സിലാക്കുക എന്നുള്ളതല്ല. ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ ശക്തി അത് വിശ്വസിച്ചാൽ ധാരാളം മതി. അവനിൽ നാം ആശ്രയിക്കുകയും ശരണപ്പെടുകയുമാണ് വേണ്ടത് എന്നുള്ള വലിയ പാഠം ഇന്നലെ രാത്രി നാം ഓർക്കുകയുണ്ടായി. ഇന്ന് രാത്രിയിൽ പരിശോധനകളെ കുറിച്ച് തിരുവെഴുത്ത് പഠിപ്പിക്കുന്ന ചില സത്യങ്ങൾ, സം ബിബ്ലിക്കൽ ട്രൂത്ത്സ് അബൌട്ട് ട്രയൽസ് ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നാളെ രാത്രിയിൽ നമ്മുടെ ഒടുവിലത്തെ യോഗത്തിൽ പരിശോധനകൾ കൊണ്ടുള്ള നന്മകൾ, ദ ബെനിഫിറ്റ്സ് ഓഫ് ട്രയൽസ്, പരിശോധനകൾ കൊണ്ട് എന്ത് ഗുണമാണ് നമുക്കുണ്ടാകുന്നത്, എന്തെല്ലാം നന്മകളാണ് നമുക്കുണ്ടാകുന്നത്, അതാണ് ദൈവം അനുവദിച്ചാൽ നാളെ രാത്രി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വേദപുസ്തകത്തിലെ 2 വലിയ പരിശോധനകൾ കൂടെ കടന്നുപോയ ആളുകളുടെ കാര്യം നാം ചിന്തിച്ചു. ഇന്ന് പരിശോധനകളെ കുറിച്ച് തിരുവെഴുത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ പൊതുവിൽ പറയുന്ന ചില സത്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അനേക കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ സമയം അനുവദിക്കുന്ന അത്രയും കാര്യങ്ങൾ ഇന്ന് രാത്രി പറയാം എന്ന് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുക. ദൈവത്തിന്റെ വചനം എന്താണ് പരിശോധനകളെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് നാം അറിയേണ്ടത് വളരെ ആവശ്യമാണ്. ആ കാര്യങ്ങൾ നാം അറിഞ്ഞില്ലെങ്കിൽ പരിശോധനകൾ വരുമ്പോൾ നാം നിരാശപ്പെട്ടു പോകുവാനും ക്ഷീണിച്ചു പോകുവാനും ദൈവത്തെ ചോദ്യം ചെയ്യുവാനും നമ്മുടെ വിശ്വാസത്തിൽ മടുത്തു പോകുവാനും വളരെ സാധ്യതയുണ്ട്. നമുക്കറിയാം, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുള്ള അനേക വിശ്വാസികളുണ്ട്. എനിക്ക് തന്നെ നേരിട്ട് അറിയാവുന്നതും ചിലപ്പോഴൊക്കെ ഇടപെടുവാൻ ആവശ്യം വന്നിട്ടുള്ളതുമായ പല വിശ്വാസികൾ ഒരു നിലയിലും വിശദീകരിക്കാൻ സാധിക്കാത്ത നിലയിലുള്ള വൈഷമ്യങ്ങൾ കൂടെ കടന്നു പോകുന്നവരുണ്ട്. ഒരു പക്ഷേ ഇവിടെ എന്റെ മുൻപിൽ ഇരിക്കുന്നവരായി നിങ്ങളിൽ ചിലരും, അല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി സൂം വഴിയായിട്ട് ഈ സന്ദേശം കേൾക്കുന്ന പലരും ആ കാറ്റഗറിയിൽ പെട്ടവരാണ് എന്ന് ഞാൻ വിചാരിക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് സംഭവിച്ചത്? ആ വൈഷമ്യം എന്തുകൊണ്ടാണ് തുടരുന്നത്? വളരെ പ്രാർത്ഥിച്ചിട്ടും അതിനൊരു പരിഹാരം വരുന്നില്ലല്ലോ എന്ന് ഓർത്ത് വളരെ മനസ്സിൽ വിഷമിച്ച്
ക്ഷീണിച്ചിരിക്കുന്ന പല ആളുകളും ഇന്ന് രാത്രി ഈ വാക്കുകൾ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം പറഞ്ഞു തരാൻ എന്നെ കൊണ്ട് സാധിക്കയില്ല, എന്റെ പക്കൽ പരിഹാരമില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം ഈ പരിശോധനകളിൽ നാം അറിഞ്ഞിരിക്കേണ്ട അനേക സത്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ പരിശോധനകളെ കുറിച്ച് ദൈവവചനം പറയുന്ന അനേക സത്യങ്ങളുണ്ട്. ആ സത്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാനായിട്ട് ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ചിലത് നിങ്ങളെ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഈ സത്യങ്ങൾ അറിയേണ്ടത് വലിയൊരു ആവശ്യമാണ്. ഞാൻ പറഞ്ഞ പോലെ ഇത് അറിഞ്ഞില്ലെങ്കിൽ വളരെ നിരാശയും മനപ്രയാസവും ഉണ്ടാകും. എന്നാൽ ഇത് അറിഞ്ഞാൽ വലിയ സ്വാതന്ത്ര്യം. അറിയുന്നതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടണമെന്നില്ല, എന്നാൽ ഈ വൈഷമ്യങ്ങളെ നേരിടുവാൻ വലിയ സ്വാതന്ത്ര്യം നമ്മുടെ മനസ്സിൽ ലഭിക്കും. നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു വാചകം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം. ജോൺ 8:32. യോഹന്നാൻ 8-ന്റെ 32-ാം വാക്യം നമുക്ക് പ്രാരംഭമായിട്ടൊന്ന് വായിക്കാം. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. മതി. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം നമുക്ക് സ്വാതന്ത്ര്യം തരണമെങ്കിൽ സത്യം അറിയണം. സത്യം അറിഞ്ഞില്ലെങ്കിൽ സത്യം നമ്മെ സ്വതന്ത്രരാക്കുകയില്ല. ചരിത്രത്തിലെ പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട്. അമേരിക്കയിൽ അടിമക്കച്ചവടം നിലനിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം. എബ്രഹാം ലിങ്കനാണ് അടിമക്കച്ചവടം നിർത്തൽ ചെയ്തുള്ള വിളംബരം പ്രസിദ്ധപ്പെടുത്തിയത്. ഡിക്ലറേഷൻ ഓഫ് ഇമാൻസിപ്പേഷൻ ഓഫ് സ്ലേവറി, അടിമക്കച്ചവടം നിർത്തിക്കൊണ്ടുള്ള വിളംബരം എബ്രഹാം ലിങ്കൺ ഒപ്പുവെച്ചു. ആ നിമിഷം മുതൽ അമേരിക്കയിലെ എല്ലാ അടിമകളും സ്വതന്ത്രരാണ് നിയമപ്രകാരം. എന്നാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പാണല്ലോ നടന്നത്. ഒരുപക്ഷെ വാഷിങ്ടണിലോ മറ്റോ ആയിരിക്കണം ഈ നിയമം ഒപ്പുവെച്ചത്. എന്നാൽ അവിടെ നിന്ന് വളരെ ദൂരെയുള്ള ടെക്സസ് സംസ്ഥാനത്ത്, ഡാലസും ഹ്യൂസ്റ്റനും ഒക്കെ ടെക്സസിലാണ്, നിങ്ങൾക്കറിയാമല്ലോ. ടെക്സസ് സംസ്ഥാനത്തുണ്ടായിരുന്ന അടിമകൾ ഈ വിവരം അറിയാൻ അനേകം മാസങ്ങൾ എടുത്തു എന്നാണ് ചരിത്രം പറയുന്നത്. ഇന്നത്തെ പോലെ പെട്ടെന്ന് വിവരം അറിയാനുള്ള സംവിധാനം അന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ടെക്സസ് സംസ്ഥാനത്തുള്ള അടിമകൾ പിന്നെയും മാസങ്ങളോളം അടിമകളായി തുടരുകയാണ്. അടിമക്കച്ചവടം എന്നേ നിർത്തി. ആ സത്യം ഇവർ അറിഞ്ഞിട്ടില്ല. ഇവരറിഞ്ഞാലല്ലേ സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ. വളരെ വൈകിയാണ് ഇവരിത് അറിയുന്നത്. അപ്പോൾ എന്താ അറിഞ്ഞത്? അയ്യോ, എത്രയോ മാസങ്ങൾക്ക് മുമ്പേ ഈ അടിമക്കച്ചവടം നിർത്തൽ ചെയ്തതാണ്. എന്നാൽ അത് അറിയാതെ പോയത് കൊണ്ട് അടിമക്കച്ചവടം നിയമപരമായി തടസ്സപ്പെടുത്തിയെന്ന് വരികിലും അതിന്റെ ഗുണം അവർക്ക് ലഭിക്കാതെ പോയി. ദൈവവചനത്തിലെ സത്യങ്ങളും അങ്ങനെ തന്നെയാണ്. ദൈവവചനത്തിൽ അനേക സത്യങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം അറിയുകയും ധൈര്യം പ്രാപിക്കുകയും ആശ്വസിക്കുകയും ചെയ്യേണ്ട അനേക സത്യങ്ങളുണ്ട്. ആ സത്യങ്ങൾ നാം അറിയുന്നില്ലെങ്കിൽ അതിൽ നിന്നുള്ള ഗുണവും ആശ്വാസവും നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ സത്യങ്ങൾ അറിയണമെന്ന് പറയുന്നത്. അറിയുന്നതിന്റെ പ്രാധാന്യം, ദ ഇമ്പോർട്ടൻസ് ഓഫ് നോയിങ് ദ ട്രൂത്ത്സ്, സത്യങ്ങൾ അറിയുന്നതിന്റെ പ്രാധാന്യം ഒന്ന് ഊന്നി പറയാനായിട്ട് ഞാനത് പറഞ്ഞു വന്നേ ഉള്ളൂ. അപ്പോൾ പരിശോധനകളെ കുറിച്ച്, കഷ്ടങ്ങളെ കുറിച്ച്, വിശ്വാസികൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച്, വേദനകളെ കുറിച്ച്, ദൈവം അനുവദിക്കുന്ന വൈഷമ്യങ്ങളെ കുറിച്ച് തിരുവെടുത്ത് എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ഇന്ന് രാത്രി നാം നോക്കാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇറ്റ് ഈസ് ദ ലോർഡ് ഹൂ സെറ്റ്സ് ദ കോഴ്സ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിന്റെ വഴി, ഗതി തീരുമാനിക്കുന്നത് ദൈവമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചില പ്രത്യേക കാര്യങ്ങളൊക്കെ സംഭവിക്കുവാൻ അനുവദിക്കുന്നത് ദൈവമാണ്. നമ്മുടെ ജീവിത ഗതി, ദ കോഴ്സ് ഓഫ് അവർ ലൈഫ്, അത് ദൈവമാണ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ആ വഴി ദൈവമാണ് നമുക്ക് അങ്ങനെ ആക്കി തരുന്നത്. ഞാൻ ഈ പറയുന്ന എല്ലാ സത്യങ്ങളും തിരുവെഴുത്തിലുള്ള സത്യങ്ങളാണ്. അതുകൊണ്ട് അത് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് ആദ്യം വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 12:1. ദൈവമാണ് നമ്മുടെ ജീവിതത്തിന്റെ വഴി തീരുമാനിക്കുന്നത്. ഗോഡ് സെറ്റ്സ് ദ കോഴ്സ് ഓഫ് അവർ ലൈഫ്. എബ്രായർ 12-ന്റെ 1-ാം വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അവിടെ ശ്രദ്ധിക്കുക, നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ആരാ വെച്ചത്? അതാണ് ചോദ്യം. ഇംഗ്ലീഷിൽ വായിച്ചാൽ ദ കോഴ്സ് ദാറ്റ് ഈസ് സെറ്റ് ബിഫോർ us. Who set that course?
ആ കോഴ്സ് ആരാ അവിടെ സെറ്റ് ചെയ്ത് വെച്ചത്? നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം. ആരാ ആ ഓട്ടം വെച്ചത്? ഏത് ട്രാക്കിൽ കൂടെ നാം ഓടണം എന്നുള്ള ആ കോഴ്സ്, ട്രാക്ക് ആരാ തീരുമാനിച്ചത്? അതിന് ഉത്തരം നമുക്കറിയാം. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓട്ടം, ഏത് വഴിയിൽ ഓടണം, ജീവിതത്തിന്റെ ഗതി ഏത് നിലയിൽ പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ദൈവമാണ്. നമുക്കറിയാം, നമുക്ക് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് സ്വന്തം വഴികളിൽ വേണമെങ്കിൽ പോയി ജീവിതം നമുക്ക് പാഴാക്കാം. അതിന്റെ കാര്യമല്ല നാം പറയുന്നത്. എത്രയോ ആളുകൾ ദൈവം വെച്ച വഴിയിൽ നിന്നൊക്കെ മാറി സ്വന്തം വഴികളിലൊക്കെ പോയി ജീവിതത്തെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതിന്റെ കാര്യമല്ല ഇപ്പോൾ നാം പറയുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ജീവിതത്തിന്റെ വഴി തീരുമാനിക്കുന്നത് ദൈവമാണ്. മത്തായിയുടെ സുവിശേഷം 14 അധ്യായത്തിന്റെ 22 വാക്യം നമുക്ക് നോക്കാം. മാത്യു 14:22. മത്തായി 14 22 വാക്യം. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. ശിഷ്യന്മാർ പടകിൽ കയറി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. ശ്രദ്ധിക്കുക, ഈ കടലിൽ കൂടെ പടകിൽ കയറി അക്കരയ്ക്ക് പോകണമെന്ന് ആരാ പറഞ്ഞത്? ആരാ നിർബന്ധിച്ചത്? ശിഷ്യന്മാർ സ്വന്തം ഇഷ്ടപ്രകാരം അക്കരയ്ക്ക് പോകാം, നമുക്കെല്ലാവർക്കും അക്കരയ്ക്ക് പോയി കളയാം എന്ന് പറഞ്ഞ് അവര് പോയതല്ല. ആ വഴിയെ പോകണമെന്ന് നിർദ്ദേശിച്ചത് കർത്താവാണ്. ആ സംഭവം എല്ലാവർക്കും അറിയാം. അതിന്റെ താഴോട്ട് നിങ്ങൾ വായിക്കുമ്പോൾ കർത്താവിന്റെ നിർദ്ദേശം അനുസരിച്ച് അവർ പോകുമ്പോൾ വലിയ കാറ്റും കോളും ഉണ്ടായി, പ്രാണഭയത്തിലാകാനിടയായി. കർത്താവ് പറഞ്ഞ വഴിയല്ലേ അവർ പോയത്? അതെ. എന്നിട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കർത്താവ് അതിന്റെ ഹിതപ്രകാരം വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൽ ആശ്രയിച്ച് നാം കാര്യങ്ങൾ ചെയ്താൽ ആ വഴിയിൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകുകയില്ലെന്നാണ്. ആ ധാരണ ശരിയല്ല. കർത്താവിന്റെ ഹിതപ്രകാരം നാം ചില വഴികൾ തെരഞ്ഞെടുത്ത് പോയാലും ആ വഴിയിലും കാറ്റും കോളും വരാം. ഇവിടെ ശിഷ്യന്മാർ സ്വന്തമായി തെരഞ്ഞെടുത്തതല്ല, അക്കരയ്ക്ക് പോകുവാൻ അവൻ നിർബന്ധിച്ചതാ. അതനുസരിച്ചാണ് അവർ പടകേറി പോയത്. എന്നിട്ടും കാറ്റും കോളും വരാനിടയായി. ഞാൻ അവിടെ നിന്ന് പറയാൻ ആഗ്രഹിച്ച കാര്യം, കർത്താവാണ് ആ കോഴ്സ് അവർക്ക് വേണ്ടി സെറ്റ് ചെയ്തത്. കാറ്റും കോളും വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ വഴിയിൽ അവർ പോകണമെന്ന് ഉള്ള മാർഗം, ആ കോഴ്സ് സെറ്റ് ചെയ്തത് കർത്താവ് തന്നെയാണ്. പുറപ്പാട് പുസ്തകം 14 അധ്യായത്തിന്റെ 1 വാക്യം ഒന്ന് വായിക്കാം. എക്സഡസ് ചാപ്റ്റർ 14:1. പുറപ്പാട് പുസ്തകം 14 അധ്യായത്തിന്റെ 1 വാക്യം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങൾ തിരിഞ്ഞ് മിഗ്ദോലിനും കടലിനും മധ്യേ ബാൽസഫോന് സമീപത്തുള്ള പീഹഹീരോത്തിനരികെ പാളയം ഇറങ്ങണമെന്ന് ഇസ്രായേൽ മക്കളോട് പറക. അതിന്റെ സമീപത്ത് സമുദ്രത്തിനരികെ നിങ്ങൾ പാളയം ഇറങ്ങണം. എവിടെ പാളയം ഇറങ്ങണമെന്ന ഒടുവിൽ എന്താ വായിച്ച്? എവിടെ പാളയം ഇറങ്ങണമെന്ന ഒടുവിലത്തെ വാചകം? സമുദ്രത്തിനരികെ. സമുദ്രത്തിനരികെ, കടലിന്റെ കരയിൽ നിങ്ങൾ പാളയം ഇറങ്ങണം എന്ന് യഹോവ അവരോട് കൽപ്പിച്ചു. അവരായിട്ട് തീരുമാനിച്ചതല്ല കടലിന്റെ അടുത്ത് പോയി കളയാമെന്ന്. അതിന്റെ പുറപ്പാട് 14 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണല്ലോ. അതുകൊണ്ട് ഇനി വാക്യങ്ങളൊന്നും വായിക്കണ്ട. അതിന്റെ താഴെ എന്താ സംഭവിച്ചത്? ഫറവോനും സൈന്യവും ഇത് കണ്ട് അവരെ പിന്തുടർന്നു വന്നു. ശത്രു പിന്തുടർന്നു വന്നാൽ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലാത്ത ഒരു സ്ഥാനത്താണ് ദൈവം അവരെ ആക്കിയത്. വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ അവര് പുറകെ വരുമ്പോ മുമ്പോട്ട് ഓടി രക്ഷപ്പെടാമെന്നെങ്കിലും വിചാരിക്കാം. ഇത് മുമ്പോട്ട് ഓടാനൊക്കെ ഇല്ല. എന്താ കാര്യം? മുമ്പില് ചെങ്കടലാണ്. ആരാ പറഞ്ഞ ഈ ചെങ്കടലിന്റെ കരയിൽ പോയി പാളയം അടിക്കാൻ? ദൈവമാണ് പറഞ്ഞത്. ദൈവമാണ് ആ കോഴ്സ് സെറ്റ് ചെയ്തത്. വലിയ വൈഷമ്യം അവിടെ ഉണ്ടായി. എന്നാൽ ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്തി ചെങ്കടലിനെ വിഭജിച്ച് അവരെ അക്കരെ കടത്തി. അത് വേറൊരു കാര്യം. എന്നാൽ ആ ഒരു ക്രൈസിസ്, ആ ഒരു സംഘർഷാവസ്ഥ അവിടെ ഉണ്ടാകുവാൻ ദൈവമാണ് ഇടയാക്കിയത്. അത് തന്റെ ശക്തി വെളിപ്പെടുത്തുവാനും തന്നെ മഹത്വപ്പെടുത്തുവാനും ദൈവം ചെയ്തൊരു കാര്യമാണ്. അത് നന്മയ്ക്കായിട്ട് തീർന്നു എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, ഇറ്റ് ഈസ് ദ ലോർഡ് ഹു സെറ്റ്സ് ദ കോഴ്സ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിന്റെ വഴികൾ സെറ്റ് ചെയ്ത് തരുന്നത്, പോകേണ്ട വഴി സെറ്റ് ചെയ്യുന്നത് കർത്താവാണ്. നമ്മുടെ ജീവിതത്തിൽ പരിശോധനകളും വൈഷമ്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ
ഉണ്ടാകാൻ സാധ്യതയുള്ള വഴികളും നമുക്ക് ക്രമീകരിച്ച് ആ വഴിയിൽ പോകുവാനുള്ള നിർദ്ദേശം തരുന്നത് കർത്താവ് തന്നെയാണ്. അവൻ തന്നെയാണ് അങ്ങോട്ട് നയിക്കുന്നത്. വേറെയും ധാരാളം വാക്യങ്ങൾ ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട്. പല വാക്യങ്ങളുണ്ട് ഇതേ കാര്യം പറയുന്ന വാക്യങ്ങൾ. ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചു നോക്കാം. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. 2 Corinthians chapter 12 and verse 7. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിലെ ഒരു കാര്യമാണ് പറയുന്നത്. 12-ന്റെ 7-ാമത്തെ വാക്യം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ആരാ തന്നെ? ജഡത്തിൽ ഒരു ശൂലം എനിക്ക് എങ്ങാണ്ടൊന്നും കിട്ടിയെന്നല്ല. ജഡത്തിൽ ഒരു ശൂലം, ഇറ്റ് ഈസ് ഗിവൺ, തന്നിരിക്കുന്നു. ആരാ ഈ ശൂലം തന്നത്? ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, വിഷമം ഉണ്ടാക്കുന്ന, മനപ്രയാസം ഉണ്ടാക്കുന്ന ഈ ശൂലം, സാത്താന്റെ ഒരു ദൂതനെ തന്നെ ഈ ശൂലം തന്നിരിക്കുന്നു. ആര് തന്നു? കർത്താവ് തന്നെയാ തന്നത്. ഞാൻ കൂടുതൽ വാക്യങ്ങൾ വായിക്കണ്ടല്ലോ. അപ്പോൾ ഈ വൈഷമ്യങ്ങൾ വരുവാൻ അനുവദിക്കുന്നത് കർത്താവാണ്. ദൈവഹിതത്തിന്റെ നടുവിൽ നാം ജീവിച്ചാലും നമ്മുടെ ജീവിതത്തിൽ പരിശോധനകളും പ്രയാസങ്ങളും വരാം. പ്രിയപ്പെട്ടവരെ, നാം ഒരു കാര്യം ഓർക്കണം. The Lord knows what is best for us. നമുക്ക് ഏറ്റവും നല്ലത് ഏതാണെന്ന് കർത്താവിന് അറിയാം. അതനുസരിച്ചാണ് അവൻ നമ്മെ വഴി നടത്തുന്നത്. അതനുസരിച്ചാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലേക്ക് അവൻ നമ്മെ ആനയിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇതാ ഏറ്റവും നല്ല വഴിയെന്ന്. പക്ഷേ കർത്താവിന് മാത്രമേ അറിയാവൂ നമുക്ക് ഏറ്റവും നല്ല വഴി ഏതാണെന്ന്. അതനുസരിച്ചാണ് കർത്താവ് നമ്മെ നടത്തുന്നത്. അത് നമ്മുടെ ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വഴികളായിരിക്കാം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമായ ഒരു കാര്യമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെയൊക്കെ തന്നെ മധ്യത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ. ഒരു ഉദാഹരണം പറയുകയാണ്. ഒരു ഭാര്യയും ഭർത്താവും. അതില് ഭർത്താവ് വളരെ രോഗിയായിട്ട് അനേക നാളുകളായിട്ട് കിടക്കയിലാണ്, ബുദ്ധിമുട്ടിലാണ്, രോഗത്താൽ വളരെ വിഷമിക്കുന്ന ഒരു സ്ഥിതിയിലാണ്. ഭാര്യ വളരെ ആരോഗ്യമുള്ള ഒരു സ്ത്രീയാണ്. അവര് ഈ ഭർത്താവിനെ ശുശ്രൂഷിക്കുകയും കരുതുകയും ഒക്കെ ചെയ്ത് ഇങ്ങനെ അവര് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ കേട്ടു ആ വീട്ടിലൊരു മരണം ഉണ്ടായി. അപ്പൊ നമ്മൾ വിചാരിക്കും ആര് മരിച്ചെന്നാ? ആ വീട്ടിൽ മരണം ഉണ്ടായെന്ന് പറയുമ്പോ ആര് മരിച്ചെന്നാ വിചാരിക്കുന്നേ? സുഖമില്ലാതെ കിടന്ന സഹോദരൻ മരിച്ചു എന്നാ വിചാരിക്കുന്നേ. പക്ഷെ വിവരം അറിഞ്ഞപ്പോൾ സഹോദരനല്ല മരിച്ചത്, സഹോദരിയാ മരിച്ചത്. ഇത് ശരിക്കും ഉണ്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാനിപ്പോൾ പ്രത്യേകിച്ച് ആരും ഉദ്ദേശിച്ചല്ല പറയുന്നതെന്ന് വരികിലും നമ്മുടെ മധ്യത്തിൽ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. അയ്യോ, സഹോദരി മരിച്ചോ? അപ്പൊ നമ്മുടെ മനസ്സിലൊരു ഉടക്ക് വീണു, അല്ലെ? എന്താ ഉടക്ക് വീണേ? സഹോദരൻ ആയിരുന്നല്ലോ മരിക്കണ്ടേ, അല്ലെ? പുള്ളിയല്ല സുഖമില്ലാതെ കിടന്നത്. സഹോദരിക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ. ഹാർട്ട് അറ്റാക്ക് ആയിട്ട് പെട്ടെന്ന് മരിച്ചു. അപ്പൊ ഇനി സഹോദരനെ ആരാ നോക്കുന്നേ? ഞാൻ പറഞ്ഞു വന്ന എല്ലാവർക്കും ഇനി കൂടുതൽ പറയണ്ടല്ലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോ നാം ചിന്തിക്കുന്നത് പോലെ അല്ല പലപ്പോഴും നടക്കുന്നത്. ഗോഡ് ഡിസൈഡ്സ് അവർ കോഴ്സ്. ദൈവമാണ് തീരുമാനിക്കുന്നത്. നാം ഓർക്കണം, നമുക്ക് ഏറ്റവും നല്ലത് ഏതാണെന്ന് ദൈവത്തിന് അറിയാം. അതനുസരിച്ചാണ് ദൈവം നമുക്ക് വഴികളെ തുറന്നു തരുന്നത്. അതനുസരിച്ചുള്ള കോഴ്സാണ് ദൈവം നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നത്. അതനുസരിച്ചുള്ള അനുഭവങ്ങളിലേക്കാണ് ദൈവം നമ്മെ നടത്തുന്നത്. അവിടെ നമുക്ക് ധൈര്യപ്പെടുവാനുള്ള വഴി, എനിക്ക് ഏറ്റവും നല്ലത് ഏതെന്ന് അറിയാവുന്ന ദൈവമാണ് ഈ വഴി ഈ നിലയിൽ എനിക്കായി തെരഞ്ഞെടുത്ത് തന്നത്. അപ്പോൾ ബാക്കി കാര്യം ആ ദൈവം തന്നെ നോക്കിക്കൊള്ളും. സമുദ്രത്തിനരികെ പാളയമിറങ്ങാൻ പറഞ്ഞത് ഈ ദൈവമാണ്. അപ്പോൾ ശത്രുക്കൾ വന്നാൽ മുമ്പിൽ എങ്ങും ഓടാൻ വഴിയില്ലെന്ന് എനിക്ക് തോന്നിയാലും ആ സമുദ്രത്തെ രണ്ടായി പിളർന്ന് അതിന്റെ നടുവിൽ കൂടെ എന്നെ നടത്തുവാൻ ദൈവത്തിന് കഴിയും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവമാണ് നമ്മുടെ ജീവിതത്തിന്റെ വഴികളെ തിരഞ്ഞെടുക്കുന്നത്. ശോധനകളുടെ പാതകൾ ദൈവമാണ് നമുക്ക് അനുവദിച്ചു തരുന്നത്. രണ്ടാമത് ഒരു സത്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കട്ടെ. All the trials are with a purpose and for our good. ദൈവം അനുവദിക്കുന്ന എല്ലാ പരിശോധനകളും ഒരു ഉദ്ദേശത്തോടു കൂടെ ഉള്ളതും നമ്മുടെ നന്മയ്ക്കായിട്ടുള്ളതുമാണ്. ദൈവം അനുവദിക്കുന്ന എല്ലാ പരിശോധനകളും, ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന എല്ലാ വിശ്വാസത്തിന്റെ ശോധനയും, എല്ലാ കഷ്ടപ്പാടും, എല്ലാ ബുദ്ധിമുട്ടും, എല്ലാ സഫറിങ്ങും ഒരു ഉദ്ദേശത്തോടു കൂടെ ചില ലക്ഷ്യങ്ങൾ സാധിക്കേണ്ടതിനായിട്ടും നമ്മുടെ നന്മയ്ക്കായിട്ടുമാണ് ദൈവം അത് അനുവദിക്കുന്നത്. നമുക്ക് ചില വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. അങ്ങനെ വിശ്വസിക്കാൻ എന്താ കാര്യം? ദൈവം നമ്മുടെ നന്മയ്ക്കായിട്ടാണ് എല്ലാം ചെയ്യുന്നത് എന്ന് വിശ്വസിക്കാൻ എന്താ കാര്യം? 145-ാം സങ്കീർത്തനത്തിന്റെ
17 വാക്യം ഒന്ന് വായിക്കാം. Psalm 145 and verse 17. 145:17. യഹോവ തന്റെ സകല വഴികളിലും നീതിമാനും തന്റെ സകല പ്രവൃത്തികളിലും ദയാലുവുമാകുന്നു. യഹോവ തന്റെ സകല വഴികളിലും നീതിമാനും തന്റെ സകല പ്രവൃത്തികളിലും ദയാലുവുമാകുന്നു. നാം സങ്കീർത്തനത്തിൽ ആവർത്തിച്ച് വായിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. യഹോവ എല്ലാവർക്കും നല്ലവൻ. ഗോഡ് ഈസ് ഗുഡ്. ദൈവം നല്ലവനായതുകൊണ്ട് തന്റെ സകല വഴികളിലും നീതിമാനും സകല പ്രവൃത്തികളിലും അവൻ ദയാലുവുമായതുകൊണ്ട് അവൻ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന എല്ലാ പരിശോധനകളും നല്ലതാ. എന്താ അതിന്റെ ന്യായം? എ ഗുഡ് ഗോഡ് ക്യാൻ നെവർ ഡു എ ബാഡ് തിങ്. എല്ലാവരും സമ്മതിച്ചല്ലോ അല്ലെ? എ ഗുഡ് ഗോഡ് ക്യാൻ നെവർ പ്ലാൻ എ ബാഡ് തിങ്. ഒരു നല്ലവനായ ദൈവത്തിന് ചീത്തയായ ഒരു കാര്യം ചിന്തിക്കുവാനോ പ്ലാൻ ചെയ്യുവാനോ സാധിക്കയില്ല. ദൈവം നല്ലവനാണെന്ന് പറയുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു ആശയം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ എല്ലാ ചിന്തകളും, എല്ലാ പരിപാടികളും, എല്ലാ പ്ലാനുകളും, എല്ലാ ഭാവനകളും, എല്ലാ പ്രവൃത്തികളും നല്ലതാണ്. When the Bible says God is good, that means all God's plans, all God's imaginations, all God's intentions, all God's actions are good. കാരണം ദൈവം തന്റെ സ്വഭാവത്തിൽ നല്ലവനാണെങ്കിൽ അവന് ചീത്തയായ ഒരു കാര്യം ചെയ്യാൻ ഒക്കെയില്ല. അത് ചീത്തയാണെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. ഇന്ന കാര്യം സംഭവിച്ച് വളരെ മോശമായി പോയല്ലോ, വലിയ കുഴപ്പമായി പോയല്ലോ എന്ന് നമുക്ക് തോന്നിയേക്കാം. അത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമുക്ക് തോന്നുന്നേ ഉള്ളൂ, നമ്മുടെ പരിമിതി കൊണ്ട് തോന്നുന്നേ ഉള്ളൂ. ദൈവം നല്ലവനാണെങ്കിൽ നല്ലവനാണ്. അതുകൊണ്ട് അവന്റെ എല്ലാ പ്രവൃത്തികളും, എല്ലാ വിചാരങ്ങളും, എല്ലാ പരിപാടികളും, എല്ലാ ചിന്തകളും നല്ലതാണ്. തന്റെ സകല വഴികളിലും നീതിമാനും സകല പ്രവൃത്തികളും ദയാലുവുമാണ്. ആ നീതിയും ദയയും വിട്ട്, ദൈവ സ്നേഹമാണെന്ന് തിരുവെഴുത്തിൽ പറയുന്നുണ്ട്. ദൈവത്തിന്റെ സ്നേഹവും നീതിയും ദയയും വിട്ട് ഒരു കാര്യവും ദൈവം ചെയ്യുകയില്ല. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്ന് നാം മനസ്സിലാക്കിയാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളെ ശരിയായി നേരിടാൻ നമുക്ക് സാധിക്കും. ദൈവം സ്നേഹമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികളും ആ സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ്. ദൈവം നല്ലവനാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം ചെയ്യുന്ന എല്ലാ കാര്യവും നല്ലതാണ്. ഇസ്രായേൽ മക്കളോട് ദൈവം പറയുന്ന ഒരു വാക്യം യെരമ്യാ പ്രവചനത്തിലുണ്ട്. നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. യെരമ്യാ പ്രവചനം 29:11 ഇസ്രായേലിനോട് പറയുന്നതാണ്. എന്നാൽ ദൈവജനം എന്ന നിലയ്ക്ക് നമുക്കും അത് ബാധകമാണ് എന്ന് നമുക്ക് വിചാരിക്കാം. ആ പ്രമാണം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ജെറമയ 29:11. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ആ വാക്യത്തിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇംഗ്ലീഷിൽ പല തർജ്ജമകൾ നിങ്ങളത് വായിച്ചു നോക്കിയാൽ വളരെ നല്ല ആശയമാണ്. ഐ നോ ദ പ്ലാൻസ് ഓർ തോട്ട്സ് ഐ ഹാവ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന പദ്ധതികൾ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള എൻ്റെ ചിന്തകൾ, നിരൂപണങ്ങൾ ഞാൻ അറിയുന്നു. എങ്ങനെയുള്ള നിരൂപണങ്ങളാ? അവ തിന്മയ്ക്കായിട്ടല്ല, നന്മയ്ക്കായിട്ടുള്ളവയത്രേ. They are not thoughts of evil but thoughts of good. നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ എല്ലാ ചിന്തകളും നന്മയ്ക്കായിട്ടുള്ളതാണ്. പിന്നെ എൻ്റെ ഒടുവിലത്തെ ഭാഗം പറയുന്നത് നിങ്ങൾക്ക് ശുഭഭാവി വരാൻ തക്കവണ്ണമാണ്. മലയാളത്തിൽ അതിന്റെ ആദ്യ ഭാഗമാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ശുഭഭാവി, ടു ഗിവ് യു എ ഗുഡ് എൻഡ് ഓർ എ ഗുഡ് ഫ്യൂച്ചർ. നല്ല ഭാവി, ഗുണകരമായത് നിങ്ങൾക്ക് ഭവിക്കത്തക്കവണ്ണമാണ് എൻ്റെ എല്ലാ ചിന്തകളും പരിപാടികളും. നമുക്കത് വിശ്വസിക്കാം. ദൈവം ചെയ്യുന്ന എല്ലാ കാര്യത്തിനും അവനൊരു ഉദ്ദേശമുണ്ട്. അവനെല്ലാം നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത്. റോമർ 8:28 നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. അവിടെയും നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം വന്നിട്ടുണ്ട്. ആൻഡ് വി നോ, നമുക്കറിയാം. എങ്ങനെ അറിയാം? തന്റെ ആത്മാവിനാൽ ദൈവം അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് എഴുതിയിരിക്കുന്ന പുസ്തകമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം. ഇതറിയാൻ പാടില്ലെങ്കിലോ? സകലവും നന്മയ്ക്കായിട്ടാണ് ദൈവം ചെയ്യുന്നത്. ദൈവം സ്നേഹവാനാണ്, അവൻ നീതിമാനാണ്, അവൻ തന്റെ നീതി വിട്ട് ഒരു കാര്യവും ചെയ്യുകയില്ല. ഇത് നമുക്ക് അറിയാൻ പാടില്ലെങ്കിലോ? അറിയാൻ പാടില്ലെങ്കിൽ വിഷമവും പ്രയാസവും വരുമ്പോ, കഷ്ടം വരുമ്പോ, പരിശോധന വരുമ്പോ ആകെക്കൂടെ മനപ്രയാസമാവും. അയ്യോ എന്ന് വിളിക്കും. എന്നാൽ അറിയാമെങ്കിലോ? അറിയാമെങ്കിൽ എത്ര വലിയ വൈഷമ്യം വന്നാലും നമുക്ക് എന്തറിയാം? ഇത് നന്മയ്ക്കായിട്ട്.
റോമർ 8:28 ആ നന്മയെന്ന് പറയുന്ന അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, തന്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപരാക്കുക എന്നുള്ളതാണ് ആ നന്മ. അതിനു വേണ്ടിയാണ് ദൈവം ഇത് ചെയ്യുന്നത്. അമേരിക്കയിലെ ഒരു ദൈവദാസൻ ഒരിക്കൽ ചെയ്ത ഒരു പ്രസംഗത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞത് എനിക്ക് വളരെ നന്നായിട്ട് തോന്നിയത് നിങ്ങളോട് ഞാൻ പറയാം. ഈ വാക്യത്തെക്കുറിച്ച് പറഞ്ഞ ഒരു ഉദാഹരണമാണ്. തന്റെ മകൻ, അദ്ദേഹം വലിയൊരു പ്രസംഗനാണ്, തന്റെ മകൻ ഒരു വലിയ പന്ത് കളിക്കാരനാണ്. അവരുടെ യൂണിവേഴ്സിറ്റിയിലോ മറ്റോ ഉള്ള ഒരു പന്ത് കളിക്കാരനാണ്. ആ മകന്റെ ടീമും മറ്റൊരു ടീമുമായിട്ട് ഒരു വലിയ പന്ത് കളി നടക്കുക. ഈ പ്രസംഗൻ സാധാരണ മകന്റെ കളിയൊക്കെ കാണാൻ പോകാറുണ്ട്. എന്നാൽ ആ ദിവസം ഒരു യോഗം ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ പോണായിരുന്നു. അതുകൊണ്ട് മോന്റെ പന്ത് കളി കാണാൻ പോകാനൊത്തില്ല, മകന് കളിക്കുന്നത് കാണാൻ പോകാൻ. അപ്പൊ അന്ന് വൈകിട്ട് ആ കളി നടന്നു. ആ മകന്റെ ടീം ജയിച്ചതായിട്ട് യോഗം കഴിഞ്ഞപ്പോ തനിക്ക് വിവരം കിട്ടി, മോന്റെ വിവരം കിട്ടി, ഞങ്ങൾ ജയിച്ചു. എന്നാലും മോന്റെ കളിയൊന്ന് കാണണമല്ലോ, തന്റെ ടീം കളിച്ചത് കാണണമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം വീട്ടിൽ ചെന്ന് അത് റെക്കോർഡ് ചെയ്യാൻ ഏർപ്പാട് ചെയ്തിരുന്നു. TV-യിൽ അത് വരുമ്പോൾ അത് റെക്കോർഡ് ചെയ്യാൻ ഏർപ്പാട് ചെയ്തിരുന്നു. അപ്പോൾ ഇദ്ദേഹം വീട്ടിൽ പോയിരുന്ന് കളി കാണുകയാണ്. കഴിഞ്ഞ കളി, മകന്റെ ടീം ജയിച്ച കളി ഇദ്ദേഹം കളി കഴിഞ്ഞ് വീട്ടിൽ ഇരുന്ന് കാണുക. വീട്ടിൽ ഇരുന്ന് കാണുമ്പോൾ ഒരു കാര്യം അദ്ദേഹത്തിന് അറിയാം. എന്തറിയാം? ഈ കളിയിൽ മോന്റെ ടീമാ ജയിച്ചെന്നുള്ളത് അറിയാം. അപ്പോ ആ കളിയുടെ ഇടയ്ക്ക് എതിർ ടീം ഈ മകന്റെ ടീമിന് ഒരു ഗോൾ അടിച്ചെന്ന് വിചാരിക്കുക. അപ്പൊ ഇദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവോ? ഇല്ല. എന്തറിയാം? ഇപ്പൊ ഒരു ഗോൾ അടിച്ചാലും 2-3 തിരിച്ചടിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. കളി കഴിഞ്ഞതാ, അറിയാം. അതറിയാവുന്നോണ്ട് മകന്റെ ടീമിനെതിരെ പെനാൽറ്റി കിക്ക് വന്നാലും ഫൗൾ കിക്ക് വന്നാലും എത്ര ഗോൾ അടിച്ചാലും ഈ അപ്പന് ഒരു മനപ്രയാസവും ഇല്ല. കാരണം എന്താ? ഒടുവിൽ മോന്റെ ടീമാ ജയിച്ചെന്ന് അറിയാം. ഈ വാക്യം എന്താ പറയുന്നേ? ആൻഡ് വി നോ, നമുക്കറിയാം. അപ്പോൾ ദൈവം ചെയ്യുന്ന സകല കാര്യങ്ങളും നന്മയ്ക്കായിട്ടാണെന്ന് നമുക്കറിയാം. എങ്ങനെ അറിയാം? തിരുവെഴുത്തിൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതറിയാവുന്നതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളുടെ മധ്യത്തിലും നിരാശ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഈ അറിവ് നിമിത്തം ഒരു ദൈവത്തിന്റെ ദാസൻ ഈ കാര്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ലേഖനം ഞാൻ വായിക്കാനിടയായി. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാചകം എനിക്ക് നന്നായിട്ട് തോന്നി. ഞാൻ അത് നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അദ്ദേഹം പറയുകയാണ്, when we stand at the judgment seat of Christ, we will discover that God never made a single mistake in any of the trials. നാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ ഒരു ദിവസം ചെന്ന് നിൽക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കും. എന്താ? ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച യാതൊരു പരിശോധനയിലും ഒരു തെറ്റും ദൈവം വരുത്തിയില്ല. Every single trial he allowed in our lives, we will discover in that day was for our good. ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച ഓരോ പരിശോധനയും നമ്മുടെ നന്മയ്ക്കായിട്ടായിരുന്നുവെന്ന് ആ ദിവസം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നാം നിൽക്കുമ്പോൾ നാം അറിയും. If you believe that, you will praise the Lord at all times. ഇത് വിശ്വസിക്കുന്നെങ്കിൽ എപ്പോഴും ഏത് സാഹചര്യത്തിലും കർത്താവിനെ സ്തുതിക്കുന്നവരായി നാം ഇരിക്കും. പ്രിയപ്പെട്ടവരെ, ഏത് പരിശോധനയിലും കർത്താവിനെ സ്തുതിക്കുന്നവരായി നാം ഇരിക്കണമെങ്കിൽ നാം ഒരു കാര്യം വിശ്വസിക്കണം. എന്താ? ദൈവം അനുവദിക്കുന്ന എല്ലാ പരിശോധനകളും ഒരു ഉദ്ദേശത്തോടു കൂടെയാണ്, നന്മയ്ക്കായിട്ടാണ് എന്ന് നാം വിശ്വസിക്കണം. മൂന്നാമത്തെ പോയിന്റിലേക്ക്, പരിശോധനകളെ കുറിച്ച് തിരുവെഴുത്ത് പഠിപ്പിക്കുന്ന മൂന്നാമത്തെ സത്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കട്ടെ. In trials, God may have a purpose that he doesn't explain and we cannot understand. ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന പരിശോധനകളിൽ അതിന്റെ ഉദ്ദേശം ചിലപ്പോൾ ദൈവം വിശദീകരിച്ചില്ല, വിവരിച്ചില്ല എന്ന് വരാം. നമുക്കത് മനസ്സിലായില്ലെന്നും വരാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും. പല കാര്യങ്ങളും അതിന്റെ ഉദ്ദേശം എന്താ, ദൈവം എന്തിനാ അത് ചെയ്തതെന്ന് ദൈവം നമ്മോട് പറയത്തില്ല. മാത്രമല്ല നമുക്കതൊട്ട് മനസ്സിലാകത്തുമില്ല. എത്ര ചിന്തിച്ചാലും അത് മനസ്സിലാകുകയില്ല. ഉദാഹരണം, വേദപുസ്തകത്തിൽ നാം ഇത് പറഞ്ഞു പോകുമ്പോൾ വേദപുസ്തകത്തിൽ പരിശോധനയിൽ കൂടെ കടന്നുപോയ അനേക ആളുകളുടെ കാര്യം കൂടെ ചേർത്ത് പറയാമെന്ന് ഞാൻ വിചാരിക്കുക. ഇന്നലെ നാം ചിന്തിച്ച ഇയ്യോബിന്റെ കാര്യം തന്നെ എടുക്കുക. ഇയ്യോബിന്റെ ജീവിതത്തിൽ വലിയ പരിശോധന എന്തിനാ ഉണ്ടായെന്ന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. പക്ഷെ ദൈവം അത് എക്സ്പ്ലെയിൻ ചെയ്തോ, വിശദീകരിച്ചോ? ഒടുവിൽ വരെ വിശദീകരിച്ചില്ല. പുസ്തകം തീരുന്നവരെ വിശദീകരിച്ചില്ല. ഇങ്ങനെ സാത്താൻ വന്ന് ഇങ്ങനെ ഒരു വെല്ലുവിളി ഉയർത്തി
ദൈവത്തെ കാശിന് വേണ്ടിയാണ് എല്ലാവരും സേവിക്കുന്നത്, അല്ലാതെ ദൈവത്തെ വാസ്തവമായി സ്നേഹിക്കുന്ന ആരുമില്ല എന്ന് പറഞ്ഞപ്പോ അങ്ങനെയല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവരുണ്ട് എന്ന് തെളിയിക്കാനായിട്ട് ഞാനിത് അനുവദിച്ചതാണ് എന്ന് ദൈവം ഇയ്യോബിനോട് പറഞ്ഞില്ല. ഇന്ന് നമുക്കറിയാം ദൈവം ഇന്ന കാര്യത്തിനാണിത് ചെയ്തതെന്ന്. എന്നാൽ ഇയ്യോബ് അതിൽ കൂടെ കടന്നുപോയപ്പോൾ ദൈവം ഇയ്യോബിന് വിശദീകരണം കൊടുത്തില്ല എന്തിനാ അത് ചെയ്തത് എന്ന്. സ്വർഗീയ മണ്ഡലങ്ങളിലുള്ള ഒരു പോരാട്ടമാണ് ഇയ്യോബിന്റെ ജീവിതത്തിൽ പരിശോധന അനുവദിക്കാൻ ദൈവം ഇടയാക്കിയതിന്റെ കാരണം. പിശാചും ദൈവവും തമ്മിലുണ്ടായ ഒരു പോരാട്ടം, അതാണ് ഇയ്യോബിന്റെ ജീവിതത്തിലെ പരിശോധനയ്ക്ക് കാരണം. അത് ഇയ്യോബിനോട് ദൈവം പറഞ്ഞോ? ദൈവം പറഞ്ഞില്ല. അവൻ അതിൽ കൂടെ കടന്നുപോയപ്പോൾ ദൈവം അവനോട് പറഞ്ഞില്ല. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന എല്ലാ കാര്യവും എന്തിനാന്ന് ദൈവം നമ്മളോട് പറയണമെന്നില്ലെന്ന് മാത്രമല്ല, നമ്മൾ എത്ര ചിന്തിച്ചാലും അത് മനസ്സിലായെന്നും വരികയില്ല. വേറൊരു ഉദാഹരണം എടുക്കുക, യോസേപ്പിന്റെ കാര്യം. എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണല്ലോ, ബാക്കിയൊന്നും വായിക്കണ്ട. യോസേപ്പ് നല്ലൊരു ബാലനായിരുന്നു. എന്നാൽ അവനെ സഹോദരന്മാർ വെറുത്തു, കൊല്ലാൻ തുടങ്ങി. പിന്നെ ഒടുവിൽ കൊന്നില്ല, അവനെ വിറ്റുകളഞ്ഞു. അടിമയായി മിസ്രയീമിൽ ചെന്നു. അവിടെ ഇത്രയും നല്ല സ്വഭാവമുള്ളവനെതിരെ വളരെ മോശമായൊരു ആരോപണം പോത്തിഫറിന്റെ ഭാര്യ പറഞ്ഞു. ചെയ്യാത്ത തെറ്റിന് അവൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു. അവനെ ഓർക്കാവുന്നൊരു കൂട്ടുകാരൻ പറഞ്ഞെങ്കിലും ആ കൂട്ടുകാരൻ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോ അവനെ മറന്നുപോയി. അവന് വളരെ ചീത്തപ്പേരുണ്ടായി. തന്റെ യജമാനത്തിയോട് ഏറ്റവും വൃത്തികെട്ട നിലയിൽ പെരുമാറാൻ ഈ കൊളരുതാത്തവൻ എങ്ങനെ സാധിച്ചു എന്നൊക്കെ ആളുകൾ അവനെ കുറിച്ച് പറഞ്ഞു കാണും. ഏറ്റവും വിഷമകരമായ ഒരു അനുഭവമാണ് ജീവിതത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുക എന്നുള്ളത്. നമ്മളെല്ലാവരും ഇത് അനുഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. തെറ്റിദ്ധരിക്കപ്പെടുക എന്നുള്ളത് ഏറ്റവും വിഷമമുള്ള ഒരു കാര്യമാണ്. നാം ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ വലിയ തെറ്റ് ചെയ്തവരായി ആളുകൾ നമ്മെ വീക്ഷിക്കുകയും അങ്ങനെ നമ്മെക്കുറിച്ച് പറയുകയും എഴുതുകയും നമ്മോട് ഇടപെടുകയും ചെയ്യുന്നത് വലിയ മാനസിക സംഘർഷമുണ്ടാക്കുന്ന കാര്യമാണ്. യോസേപ്പിനെ തെറ്റിദ്ധരിച്ച പോലെ വേറെ അധികം പേരെ തെറ്റിദ്ധരിച്ച് കാണുകയല്ല. എന്തിനാ പയ്യനെ ജയിലിലിട്ടിരിക്കുന്നത്? അയ്യോ, അറിഞ്ഞില്ലേ? അവൻ തന്റെ സ്വന്തം അവന് ചോറ് കൊടുത്തിരുന്ന യജമാനത്തിയോട് ഏറ്റവും വഷളന്മാർ പ്രവർത്തിക്കുന്ന പോലെ അവൻ പ്രവർത്തിച്ചു. അവന് ഇതല്ല, ഇതിനപ്പുറം വേണം എന്ന് ആളുകൾ പറഞ്ഞു കാണും അറിഞ്ഞിരുന്നെങ്കിൽ. എന്നാൽ നമുക്കറിയാം യോസേപ്പ് അങ്ങനെ യാതൊരു തെറ്റും ചെയ്തിരുന്നില്ല. എന്തിനാണിത് യോസേപ്പിന് ദൈവം അനുവദിച്ചതെന്ന് ദൈവം അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുമില്ല. അവൻ ബാലനായിരുന്നപ്പോ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിന്റെ കാര്യം നിങ്ങൾക്കറിയാം. അത് മുഖാന്തരം എന്തെങ്കിലും ചില ധാരണ യോസേപ്പിന്റെ മനസ്സിൽ ഒരുപക്ഷെ ഉണ്ടായിരുന്നു കാണാം എന്നുള്ളതല്ലാതെ ഇത്ര വലിയൊരു വിഷമത്തിൽ കൂടെ അവൻ എന്തിനാ കടത്തിവിട്ടത്, പരിശോധനയിൽ കൂടെ കടത്തിവിട്ടത് എന്ന് യോസേപ്പിനോട് കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്തില്ല. എന്നാൽ നമുക്കറിയാം പിൽക്കാലത്ത് അവനും മനസ്സിലായി മിസ്രൈമിലെ പ്രധാനമന്ത്രിയായി അവനെ ആക്കേണ്ടതിന്. എന്തിനാ മിസ്രൈമിലെ പ്രധാനമന്ത്രിയായിട്ട് യോസേപ്പിനെ ആക്കുന്നത്? ക്ഷാമകാലത്ത് ഇസ്രായേൽ ജനം സംരക്ഷിക്കപ്പെടണം. അതിനൊരു വലിയ പരിപാടി അതിന്റെ പുറയിലുണ്ട്. അതെന്താണെന്നറിയാമോ? മശിഹ ജനിക്കേണ്ടത് ഇസ്രായേലിൽ നിന്നാണ്. ഇസ്രായേൽ ജനം നശിച്ചു പോയാൽ മശിഹ ഇസ്രായേലിൽ ജനിക്കുക എന്നുള്ള പരിപാടി നടക്കാതെ പോകും. അതുകൊണ്ട് ക്ഷാമകാലത്ത് ഇസ്രായേൽ സംരക്ഷിക്കപ്പെട്ട് ജാതിയായവർ തുടർന്ന് അതിൽ നിന്ന് ലോകരക്ഷിതാവായി മശിഹ ജനിക്കണം. അതിനാണ് യോസേപ്പിന്റെ ജീവിതത്തിൽ ഈ വിഷമം എല്ലാം വരാൻ അനുവദിച്ച് അവനെ മിസ്രൈമിലേക്ക് അയക്കുകയും അവനെ രാജാവിന്റെ അടുത്ത ആളാക്കി തീർക്കുകയും ചെയ്തത്. ദൈവത്തിന്റെ പരിപാടി കണ്ടോ? ഇതാർക്കെങ്കിലും മനസ്സിലായോ? ഇതാർക്കെങ്കിലും അന്ന് മനസ്സിലായോ? അന്ന് മനസ്സിലായില്ല. അയ്യോ, എന്തോ ഒരു ഭയങ്കരമായി പോയി യോസേപ്പിന് സംഭവിച്ചത്, എത്ര സങ്കടകരമായി പോയി എന്ന് യോസേപ്പിന്റെ കാര്യം അറിയാവുന്നവർ പറയുകയുള്ളൂ. അത് ചിന്തിച്ചാൽ മനസ്സിലാകുകയുമില്ല. ദൈവം എക്സ്പ്ലെയിൻ ചെയ്തുമില്ല യോസേപ്പ് കാരാഗ്രഹത്തിലായിരുന്നപ്പോഴൊന്നും. എന്നാൽ ഏറ്റവും വലിയൊരു ഉദ്ദേശം ദൈവത്തിനുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ ദൈവം വിശദീകരിക്കാറില്ല. ചിലപ്പോൾ വിശദീകരിച്ചെന്ന് വരാം, പലപ്പോഴും വിശദീകരിക്കുന്നില്ല. അത് നാം ചിന്തിച്ചാലോട്ട് മനസ്സിലാകുകയുമില്ല. ഏലിയാവിന്റെ കാര്യം എടുക്കുക. ഏലിയാവ് തന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ വളരെ വിഷണ്ണനും നിരാശനുമായി ശൂരച്ചെടിയുടെ തണലിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ല, ഏതായാലും ഒരു ദിവസം മരിക്കും, ഇപ്പൊ അങ്ങ് എടുത്തോണേ എന്ന് പറഞ്ഞല്ലേ. ഏതായാലും മനുഷ്യനായ ഒരു ദിവസം ചാകുമല്ലോ, വെറുതെ എന്തിനായി കഷ്ടപ്പെടുന്നത്, ഇപ്പൊ തന്നെ എന്നെ അങ്ങ് എടുത്തോണേ എന്ന് പറഞ്ഞു. എന്നാൽ ഏലിയാവിനെ കുറിച്ച് ദൈവത്തിന് ഒരു വലിയ പരിപാടി ഉണ്ടായിരുന്നു. പല പരിപാടികൾ ഉണ്ടായിരുന്നു.
അതിലേറ്റവും വലിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അതെന്താന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു വോണ്ട് ടു മേക്ക് ഗോഡ് ലാഫ്, ടെൽ ഹിം യുവർ പ്ലാൻസ്. എന്താ അതിന്റെ അർത്ഥം? ദൈവത്തെ ചിരിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള പരിപാടികൾ ദൈവത്തോട് പറഞ്ഞാൽ മതി, ദൈവം ചിരിക്കും. ആ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായോ? ഏലിയാവ് എന്താ പറഞ്ഞേ? ഏതായാലും ഞാൻ ചാകും ഒരു ദിവസം. സ്വർഗത്തിരുന്ന് ദൈവം ചിരിക്കുക, എടാ മണ്ടാ നീ ചാകുകയല്ല. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ? ഏലിയാവ് മരിച്ചോ? ഏലിയാവിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പരിപാടി എന്തായിരുന്നു? മരണം കാണാതെ ഇവനെ എടുക്കണമെന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പരിപാടി. ഏലിയാവിന്റെ ചിന്തയിൽ അങ്ങേയറ്റം പോയത് എന്താ? ഏതായാലും ഒരു ദിവസം ചാകും, അപ്പൊ ഇപ്പോ തന്നെ എന്റെ പ്രാണനെ അങ്ങ് എടുത്തു, അതാ നല്ലത്. സ്വർഗത്തിരുന്ന് ദൈവം ചിരിക്കുക. ദൈവം പറയുക, അയ്യോ നിന്നെ മരണം വഴി എടുക്കാൻ എനിക്ക് പരിപാടിയില്ല. മരിക്കാതെ നിന്നെ എടുക്കുന്ന ഒരു സ്പെഷ്യൽ കേസായിട്ട് നിന്നെ ഞാൻ വെച്ചിരിക്കുക. ഇതറിയാതെ അവൻ പറയുകയാണ്, എന്താ പറയുന്നേ? ഇപ്പൊ അങ്ങ് മരിച്ചാ മതി എന്ന്. നോക്കുക, നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ നമ്മയെ കുറിച്ചുള്ള വലിയ പരിപാടികൾ എന്താണ്, ദൈവം എന്താ ഉദ്ദേശിക്കുന്നത്, ദൈവത്തിന്റെ ചിന്തകൾ എത്ര ഉന്നതമാണ് എന്ന് മനസ്സിലാക്കാതെ മാനുഷികമായ നിലയിൽ മനപ്രയാസപ്പെട്ട് നാം അതും ഇതും ഒക്കെ ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യും. യെശയ്യാ 55 ഒരു വാക്യമുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. ദൈവത്തിന്റെ വിചാരങ്ങളും നമ്മുടെ വിചാരങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉന്നതമായിരിക്കുന്നു. എന്റെ സഹോദരന്മാരെ, ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ ദൈവം എപ്പോഴും വിവരിച്ചു എന്ന് വരികയില്ല. ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ നമുക്ക് മനസ്സിലായെന്നും വരികയില്ല. യോസേപ്പിന്റെയും മറ്റും ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന എന്താണെന്നറിയാമോ? God does not explain everything, but he expects us to trust him and walk by faith. ദൈവം എല്ലാം വിശദീകരിച്ചു എന്ന് വരികയില്ല. എന്നാൽ ദൈവം നമ്മെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് നാം അവനെ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ മുമ്പോട്ട് നടക്കുകയും ചെയ്യണമെന്നാണ്. ഇന്ന് രാത്രി നമ്മോടും ദൈവം പറയുന്നതാ. നമുക്കെല്ലാം മനസ്സിലായെന്ന് വരികയില്ല. എന്നാൽ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവനെ പൂർണ്ണമായി വിശ്വസിച്ച് വിശ്വാസത്തിന്റെ ചുവടുകൾ മുന്നോട്ട് വെച്ച് നാം നടക്കണം എന്നുള്ളതാണ്. നാം അറിയാൻ ആഗ്രഹിച്ചാലും ദൈവത്തോട് ചോദിച്ചാലും നമുക്കത് മനസ്സിലായെന്ന് വരികയില്ല. ഇനി ദൈവം വിശദീകരിച്ചാലും ചിലപ്പോൾ നമുക്ക് മനസ്സിലാകുകയില്ല. ദൈവം ചെയ്യുന്ന എല്ലാ കാര്യത്തിന്റെ ഉദ്ദേശവും ദൈവത്തിന്റെ കാര്യപരിപാടികളൊക്കെ ദൈവം നമ്മോട് പറയുകയെന്ന് വിചാരിക്കുക. പറഞ്ഞാലും നമുക്ക് മനസ്സിലാകുകയില്ല. ഒരു കൊച്ചു ബാലൻ 3-4 വയസ്സുള്ള ഒരു കുട്ടി ആകാശത്തോട് വിമാനം പോകുന്ന കണ്ട് അപ്പനോട് ചോദിക്കുക, അപ്പ 100-400 പേര് ഇതേ കയറുമെന്നാണല്ലോ ഇന്നാൾ എന്നോട് പറഞ്ഞത്. ഈ 100-400 പേര് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ മുകളിലോട്ട് പോകുന്നത് എങ്ങനെയാ? ആകർഷണ നിയമം അനുസരിച്ച് എന്തെങ്കിലും മുകളിലോട്ട് പോയാൽ താഴോട്ട് വരും എന്നൊക്കെയാണല്ലോ ഇന്നാൾ പറഞ്ഞത്. ഈ വിമാനം എങ്ങനെയാ മുകളിലോട്ട് പോകുന്നത്? ആ ചോദ്യം ചോദിക്കാനുള്ള അറിവ് ഈ ബാലനുണ്ട്. പക്ഷേ അതിന്റെ ഉത്തരം പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാക്കാനുള്ള അറിവ് ഈ ബാലന് ഇല്ല. We may be big enough to ask God questions, but we are not big enough to understand all the answers. ദൈവത്തോട് ചോദ്യം ചോദിക്കാനുള്ള അറിവ് നമുക്കുണ്ട്. കർത്താവേ നീ എന്താ അങ്ങനെ ചെയ്തത്? അദ്ദേഹം അല്ലായിരുന്നോ മരിക്കേണ്ടത്? പിന്നെന്താ പുള്ളിക്കാരി മരിച്ചു പോയത്? ഈ ചെറുപ്പക്കാരിക്ക് എന്താ ഇങ്ങനെ ഒരു രോഗം? ഇപ്പോ കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായില്ലല്ലോ, പിന്നെന്താ നീ സൂക്കേട് അനുവദിച്ചത്? ഇതൊക്കെ ചോദിക്കാനുള്ള അറിവ് നമുക്കുണ്ട്. പക്ഷേ ദൈവത്തിന്റെ ദിവ്യമായ കാര്യപരിപാടിയിൽ ലോകത്തെക്കുറിച്ചും ലോകത്തിലെ സകല മനുഷ്യരെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ കാര്യപരിപാടി ദൈവം നമ്മോട് എക്സ്പ്ലെയിൻ ചെയ്താൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് ഇല്ല. ഈ കൊച്ചിനോട് വിമാനത്തെക്കുറിച്ച് ചോദ്യം ചോദിച്ച കൊച്ചിനോട് എയറോ ഡൈനാമിക്സ് എന്താന്ന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുവോ? അവൻ 1ാം ക്ലാസ്സിൽ ചേരുന്നേ ഉള്ളൂ. എയറോ ഡൈനാമിക്സ് എന്താന്ന് പഠിപ്പിച്ചാൽ മനസ്സിലാകുവോ? മനസ്സിലാകുകയില്ല. അവന്റെ ചോദ്യത്തിന് ഉത്തരമുണ്ടോ? ഉത്തരമുണ്ട്. പക്ഷെ ഉത്തരം പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുവോ? മനസ്സിലാകുകയില്ല. നമ്മുടെയും കാര്യം അങ്ങനെ തന്നെയാ. ദൈവം ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ദൈവത്തിന്റെ പക്കൽ ഉത്തരമുണ്ട്. പക്ഷേ നമ്മുടെ മൈൻഡ്സ് ഫൈനൈറ്റ് ആയതുകൊണ്ട്, അതായത് പരിമിതി ഉള്ളതായതുകൊണ്ട്, ഇൻഫൈനൈറ്റ് ആയ പരിമിതി ഇല്ലാത്ത ദൈവത്തിന്റെ പരിപാടികൾ ദൈവം വിശദീകരിച്ചാൽ പരിമിതമായ ബുദ്ധിയുള്ള നമുക്ക് അത് മനസ്സിലാകുകയില്ല. അതുകൊണ്ട് ദൈവം പലതും വിശദീകരിക്കാറില്ല. അപ്പൊ നാം എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ ദൈവം വിശദീകരിക്കാറില്ല പലപ്പോഴും. മാത്രമല്ല നാം അത് എത്ര മനസ്സിലാക്കാൻ ശ്രമിച്ചാലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുകയുമില്ല. പിന്നെന്താ നാം ചെയ്യേണ്ടത്? മുമ്പേ പറഞ്ഞ പോലെ ട്രസ്റ്റ് ഹിം ആൻഡ് വാക്ക് ബൈ ഫെയ്ത്ത്. അവൻ തെറ്റുവരുത്തുന്നവനല്ല,
അവൻ നല്ലവനാണ്, അവന്റെ വഴി തികവുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ലെങ്കിലും അവൻ ചെയ്യുന്നത് നീതിയോടും നേരോടും നന്മ ലക്ഷ്യമാക്കിയുമുള്ളതാണ് എന്ന് വിശ്വസിച്ച് അവനോട് ചേർന്ന് വിശ്വാസത്തിൽ നടക്കുക. അതാണ് നാം ചെയ്യേണ്ടതായിട്ടുള്ളത്. പരിശോധനകളിൽ നാം അറിഞ്ഞിരിക്കേണ്ട നാലാമത്തെ ഒരു സത്യം, നോ വൺ ക്യാൻ ടച്ച് us or harm us without God's permission. ഞാൻ ഈ പറയുന്ന ഈ സത്യങ്ങളെല്ലാം വളരെ ലളിതമായ കാര്യങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇത് ലളിതമായ കാര്യങ്ങളാണെങ്കിലും ആ കാര്യങ്ങൾ നാം ചിന്തിച്ച് അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പിടിച്ചാലേ നമ്മുടെ ജീവിതത്തിൽ പോരാട്ടങ്ങളിൽ നമുക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാ. എന്നാൽ സിമ്പിൾ ആണെങ്കിലും ആ സത്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നാം പിടിച്ചുകൊണ്ടാൽ, സ്ഥാപിച്ചാൽ മാത്രമേ ജീവിതത്തിലെ പ്രായോഗികമായ വൈഷമ്യങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എന്താ നാം പറഞ്ഞത്? ദൈവത്തിന്റെ അനുവാദം കൂടാതെ ആർക്കും യാതൊരു ദോഷവും നമ്മോട് ചെയ്യാനോ നമ്മെ തൊടുവാനോ സാധിക്കയില്ല. തിരുവഴുത്ത് എത്ര വ്യക്തമായിട്ട് നമ്മോട് പറയുന്ന ഒരു കാര്യമാണത്. ദൈവത്തിന്റെ അനുവാദമില്ലാതെ, അവൻ അനുവദിക്കാതെ നമുക്ക് യാതൊന്നും ഭവിക്കയില്ല. ദൈവം പെർമിഷൻ കൊടുക്കാതെ ഒരു ശത്രുവും നമ്മെ തൊടുകയില്ല. ഇയ്യോബിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം, ജോബ് ചാപ്റ്റർ 1 ആൻഡ് വേഴ്സ് 10. അവിടെ സാത്താൻ ദൈവത്തോട് പറയുന്ന ഒരു പ്രസ്താവനയാണ്. അതൊന്ന് കേട്ടാട്ടെ. ഇയ്യോബ് 1-ന്റെ 10-ാമത്തെ വാക്യം. ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത് നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. ഒന്നുകൂടെ വായിച്ചേ, ആദ്യത്തെ ഭാഗം ഒന്നുകൂടെ വായിച്ചേ. നീ അവനും അവന്റെ പിന്നെ അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? ഇവിടെ വളരെ രസകരമായൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാം? വേദപുസ്തകത്തിൽ വേറെ ആരും പറയാത്തൊരു സത്യം സാത്താൻ പറയുക. ഇത് ഈ 66 പുസ്തകത്തിൽ വേറെ എവിടെയെങ്കിലും നിങ്ങൾ ഇത് വായിച്ചിട്ടുണ്ടോ? ദൈവം നമുക്കും നമ്മുടെ വീടിനും നമുക്കുള്ളതിനൊക്കെ ചുറ്റും വെയിൽ കെട്ടിയിട്ടുണ്ടെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ടോ? മോശ പറഞ്ഞിട്ടുണ്ടോ? ദാവീദ് പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. ആരും പറയാത്ത വലിയൊരു സത്യം. കാര്യം പിശാച് ഭോഷ്ക് പറയുന്നവനാണ്, നമുക്കറിയാം. പക്ഷെ ഇത് ദൈവത്തോട് അവൻ ഭോഷ്ക് പറയല്ല, ഇത് ദൈവത്തോടാ പറഞ്ഞത്. വെറുതെ ആണോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവന് ചുറ്റും ഒരു 3 ടയർ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുക. ആ വേലി ചിലത് പൊളിക്കാൻ ദൈവം അനുവദിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവം പൊളിച്ചു കൊടുത്തത് കൊണ്ടാണ് സാത്താന് ഇയ്യോബിനുള്ളതിനെ, ഇയ്യോബിന്റെ വീട്ടിനെ, ഇയ്യോബിന്റെ ശരീരത്തെ തൊടാനായിട്ട് സാധിച്ചത്. വേറെ ആരും പറയാത്ത വലിയൊരു സത്യം സാത്താൻ പറയുക. പ്രിയപ്പെട്ടവരെ, സാത്താൻ ദൈവത്തോട് പറഞ്ഞാണ്. അതുകൊണ്ട് ഇതൊരിക്കലും കളവല്ല, ഇത് സത്യം തന്നെയാണ്. എന്താ അത്? നമുക്ക് ചുറ്റും ഒരു റിംഗ് ഓഫ് സെക്യൂരിറ്റി ഉണ്ട്. നമ്മുടെ വീടിന് ചുറ്റും വേറൊരു റിംഗ് ഓഫ് സെക്യൂരിറ്റി ഉണ്ട്. നമുക്കുള്ളതിന് ചുറ്റും വേറൊരു റിംഗ് ഓഫ് സെക്യൂരിറ്റി ഉണ്ട്. ഇത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? നമുക്കറിയാം, VIPs ഒക്കെ, പ്രധാനമന്ത്രി, പ്രസിഡന്റ് മുതലായവർക്ക് പോകുമ്പോൾ പല ലെയർ ഓഫ് സെക്യൂരിറ്റിയാണ്. ഒരു റിംഗ് അല്ല, പല റിംഗാണ്. അതിന് പുറത്ത് വേറൊന്നു, അതിന് പുറത്ത് വേറൊന്ന് സെക്യൂരിറ്റിയാണ്. ഇതെല്ലാം ഭേദിച്ചാലേ അവരെ അപായപ്പെടുത്തുവാൻ അടുത്ത് ചെല്ലാൻ സാധിക്കുകയുള്ളൂ. ദൈവമക്കളെ സംബന്ധിച്ച് there is a 3-fold ring of security, 3-fold fencing around every child of God. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അവൻ അനുവദിക്കാതെ, അവൻ പെർമിഷൻ കൊടുക്കാതെ ആർക്കും ഒരു ദോഷവും പിശാചിന് പോലും നമുക്കെതിരെ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ പരിശോധനകൾ, പ്രയാസങ്ങളൊക്കെ വന്നു എന്ന് വിചാരിച്ച് നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൈവം അനുവദിച്ചത് കൊണ്ട്, മനഃപൂർവം തന്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി അനുവദിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കുകയില്ല. ആർക്കും നമ്മെ തൊടുവാനോ അപായപ്പെടുത്തുവാനോ ദൈവത്തിന്റെ അനുവാദമില്ലാതെ സാധിക്കുകയില്ല. നമുക്കെല്ലാവർക്കും ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവലുണ്ട്. നാം അത് കാണുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ അതുണ്ട്. അതുകൊണ്ടാണ് നാം എല്ലാം സുരക്ഷിതരായി ഇരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. നമ്മുടെ കർത്താവ് പീലാത്തോസിനോട് പറഞ്ഞ ഒരു പ്രസ്താവനയാണത്. ഈ സത്യം ഓർപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ്. ജോൺ 19 വേഴ്സ് 11, 11-ാമത്തെ വാക്യം. യേശു അവനോട്,
മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എന്റെ മേൽ നിനക്ക് ഒരധികാരവും ഉണ്ടാകയില്ലായിരുന്നു. ആ അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. പീലാത്തോസ് പറഞ്ഞു, നിന്നെ വിട്ടയക്കാനോ നിന്നെ എന്ത് വേണേലും ചെയ്യാൻ എനിക്ക് അധികാരമുണ്ടെന്ന്. കർത്താവ് പറയാ, പീലാത്തോസേ, അത് തെറ്റിദ്ധാരണയാണ്, അത് തെറ്റായ ധാരണ. എന്തും ചെയ്യാനൊന്നും നിനക്ക് അനുവാദമില്ല. മേലിൽ നിന്ന് നിനക്ക് അധികാരം കിട്ടിയിട്ടുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നിനക്ക് ദൈവം എന്തുമാത്രം അനുവാദം തരുന്നുവോ അത്രയും മാത്രമേ നിനക്ക് എന്നോട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറത്തൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട സത്യമാണ് സഹോദരന്മാരെ. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ നമുക്ക് യാതൊന്നും സംഭവിക്കുകയില്ല. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞല്ലോ, കുരികിലിന്റെ കാര്യം പറഞ്ഞു. ഒരു കാശിന് 2 കുരികിൽ വിൽക്കുന്നുണ്ട്, 2 കാശിന് 5 കുരികിൽ വിൽക്കുന്നുണ്ട്. അവയിൽ ഒന്നുപോലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ അല്ലെങ്കിൽ സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. ഒരു വേദവ്യാഖ്യാതാവ് അതിനെക്കുറിച്ച് ഒരു രസകരമായ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു കാശിന്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ 1 രൂപയ്ക്ക് 2 കുരികിൽ. അങ്ങനെയാണ് 2 രൂപയ്ക്ക് എത്ര കുരികിലാ? 4 കുരികിൽ. പക്ഷെ കർത്താവ് പറഞ്ഞപ്പോ 5 കുരികിൽ എന്ന് പറഞ്ഞു അല്ലേ. 1 രൂപയ്ക്ക് 2 കുരികിൽ, 2 രൂപയ്ക്ക് 5 കുരികിൽ. ആ വേദവ്യാഖ്യാതാവ് പറഞ്ഞിരിക്കുന്നത്, ഒരാള് 2 രൂപയ്ക്ക് മേടിക്കുമ്പോ ഇയാൾ 4 കൊടുത്തേച്ച് ഒരെണ്ണം ഫ്രീ കൊടുക്കും. ഒന്നുകൂടി ഇരിക്കട്ടെ, 2 രൂപയ്ക്ക് മേടിച്ചല്ലേ, അപ്പൊ 5-മത്തേത് ഫ്രീയാ, വിലയില്ലാത്ത. അവയിൽ ഒന്നുപോലും ഈ വിലയില്ലാത്ത ഫ്രീ ആയിട്ട് കിട്ടിയ ഈ കുരുകിൽ പോലും സ്വർഗസ്ഥനായ പിതാവ് സമ്മതിക്കാതെ താഴെ വീഴുകയില്ല. പിന്നെ നിങ്ങളുടെ തലയിലെ മുടി എല്ലാം എണ്ണപ്പെട്ടിരിക്കും. സ്വർഗസ്ഥനായ പിതാവിന്റെ അറിവും സമ്മതവും ഇല്ലാതെ അവയിലൊന്നും ഒന്നുപോലും താഴെ വീഴുകയില്ല. മുടിയെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. അതിന് ചിലർ പറയുന്ന ഒരു വ്യാഖ്യാനം, ആകെ എത്ര മുടിയുണ്ടെന്ന് അറിയാവുന്നല്ല, പിന്നെ ഓരോ മുടിക്കും നമ്പറുണ്ട് പോലും. ഇന്ന് വൈകിട്ട് യോഗത്തിന് വരാനായിട്ട് ചീകിയപ്പോൾ 813-ാമത്തെയും 245-ാമത്തെയും 939-ാമത്തെയും മുടി താഴെ പോയി ചീപ്പേ കൂടെ. ടോട്ടൽ നമ്പർ ഓഫ് ഹെയർ എത്ര ഉണ്ടെന്ന് അറിയാവുന്ന മാത്രമല്ല, ഓരോ മുടിക്കും നമ്പറുണ്ടെന്നും അതിലൊന്നും ഏത് നമ്പരാ താഴെ വിടുന്നതെന്ന് പോലും തമ്പുരാൻ അറിയാം എന്നും ചിലർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞത്, ദൈവം അറിയാതെ, അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊരു കാര്യം സംഭവിക്കില്ല. ആർക്കും നമ്മെ ഒന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. 5-മതായിട്ട്, ദൈവത്തിന്റെ വചനത്തിൽ നമ്മുടെ കഷ്ടപ്പാടുകളെ, പരിശോധനകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റൊരു സത്യം, സഫറിങ് വിൽ നെവർ ബി മോർ ദാൻ യു ക്യാൻ ബെയർ. സഹിക്കാൻ കഴിയുന്നതിന് മീതെ ഒരിക്കലും ഒരു കഷ്ടപ്പാട്, പരീക്ഷ ദൈവം നമുക്ക് അനുവദിക്കുകയില്ല. പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 13-ാം വാക്യം. 1 കൊരിന്ത്യർ 10-ന്റെ 13-ാമത്തെ വാക്യം. 1 Corinthians 10:13. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. പല സത്യങ്ങൾ ഈ വാക്യത്തിലുണ്ട്. ഇവിടെ പരീക്ഷ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഞാൻ ആദ്യ ദിവസം പറഞ്ഞത് നിങ്ങൾ ഓർക്കുമല്ലോ. സന്ദർഭം അനുസരിച്ച് 2 അർത്ഥവും എടുക്കാം. പാപം ചെയ്യാനുള്ള പ്രേരണ, പ്രലോഭനം എന്നും എടുക്കാം, പരിശോധന എന്നും എടുക്കാം. ഇപ്പൊ നമ്മുടെ വിഷയം വിശ്വാസത്തിന്റെ ശോധന ആയതുകൊണ്ട് പരിശോധന എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എടുക്കാം. നാം എന്താ അവിടെ വായിച്ചത്? മനുഷ്യർക്ക് നടപ്പല്ലാത്ത, അതായത് സാധാരണ ആർക്കും വരാത്ത പരിശോധന നിങ്ങൾക്ക് വരികയില്ല. ദൈവം വിശ്വസ്തന. സഹിക്കാൻ കഴിയുന്നതിന് മീതെ ഒരു പരീക്ഷയും ദൈവം അനുവദിക്കുകയില്ല. അപ്പോൾ നമുക്ക് വരുന്ന എല്ലാ പരിശോധനയും പരീക്ഷയും നമുക്ക് സഹിക്കാൻ കഴിയുന്നതാണ്. മാത്രമല്ല, സഹിക്കാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. സഹിക്കാൻ കഴിയാത്തൊരു പരീക്ഷ ഒരിക്കലും അവൻ അനുവദിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ചൂടേറിയ അഗ്നിജ്വാലകൾ പ്രവേശിക്കുവാൻ ദൈവം അനുവദിച്ചെന്ന് വരാം. നാം ആദ്യത്തെ ദിവസം ഓർത്ത പോലെ നമ്മുടെ കീടമെല്ലാം ഉരുകി ശുദ്ധ പൊന്നായി തീരുവാനാണ് അവനത് അനുവദിക്കുന്നത്. എന്നാൽ അത് അധികമായി പോയി എന്ന് ഒരിക്കലും വരികയില്ല. നമ്മുടെ ശുദ്ധീകരണത്തിന് എന്തുമാത്രം വേണമോ അത്ര മാത്രമേ അവൻ അനുവദിക്കൂ. അതിനപ്പുറത്ത് അനുവദിക്കയില്ല. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായത്തില് വെള്ളി ഊതി കഴിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ വെള്ളി ഊതി കഴിക്കുന്നതിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ളത്, വെള്ളി ഊതി കഴിക്കുന്ന ആള് ഈ ഊതി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അടുത്തുനിന്ന് മാറുകയല്ല. വെള്ളി ചൂടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് ചായ കുടിക്കാൻ പോവുകയല്ല, കാപ്പി കുടിക്കാൻ പോവുകയല്ല. ആ
തിളച്ചുകൊണ്ടിരിക്കുന്ന ആ വെള്ളിയിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമെന്നാണ്. ഹി വിൽ ഓൾവേസ് സിറ്റ് ബൈ ദ സൈഡ് ഓഫ് ദ മെൽറ്റിംഗ് പോട്ട്. ആ തിളയ്ക്കുന്ന ആ ലോഹപാത്രത്തിന്റെ സമീപത്തു നിന്ന് അവൻ മാറുകയില്ല. അവന്റെ ദൃഷ്ടി എപ്പോഴും അതിന്മേലായിരിക്കും. എപ്പോഴാണ് തീ മാറ്റുന്നത്? ആ തിളച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവകത്തിൽ അവന്റെ മുഖം അവന് തെളിഞ്ഞ് കാണാൻ സാധിക്കുന്ന സമയത്താണ് അവൻ തീ മാറ്റുന്നത്. ആവശ്യത്തിന് ഇത് മെൽറ്റ് ചെയ്തു എന്ന് വെള്ളി ഊതിക്കഴിക്കുന്നവന് മനസ്സിലാകുന്നത് എപ്പോഴാ? ആ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളിയിൽ നോക്കുമ്പോൾ തന്റെ മുഖം, തന്റെ റിഫ്ലക്ഷൻ ആ വെള്ളിയിൽ നന്നായി കാണാവുന്നൊരു സമയം വരും. അപ്പോൾ അവൻ ആ ചൂടെടുത്ത് മാറ്റും. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു സത്യമാണ്. നാം പരിശോധനയിൽ, പരീക്ഷയിൽ കൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് എപ്പോഴും നമ്മോടുകൂടി ഇരിക്കും. 73 സങ്കീർത്തനത്തിന്റെ ഒടുവിൽ നമ്മളെല്ലാണല്ലോ വായിച്ചത്, നീ എന്നോടുകൂടി ഇരിക്കുന്നു, ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം അവൻ ഏതൊരു സമയത്തെക്കാളും കൂടുതൽ നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ആ സാന്നിധ്യ ബോധം നമ്മുടെ ശോധനകളിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അവൻ നോക്കിക്കൊണ്ടിരിക്കുക. എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ കീടമെല്ലാം ഉരുകിയോ? ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മിൽ പ്രതിഫലിക്കുന്നുണ്ടോ? ദൈവം ഉദ്ദേശിച്ച കാര്യം സാധിക്കുന്നുവോ എന്ന് അവൻ നോക്കിക്കൊണ്ടിരിക്കുക. അത് സാധിച്ചു എന്ന് കാണുമ്പോൾ അവന്റെ മുഖം ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ദ്രാവകത്തിൽ, വെള്ളിയിൽ അവൻ കാണുമ്പോൾ തക്ക സമയത്ത് അവൻ ആ ചൂട് മാറ്റും. കർത്താവിനറിയാം എപ്പോഴാണ് പരിശോധന നിർത്തേണ്ടതെന്ന്. കർത്താവിനറിയാം എത്ര ഡിഗ്രി ചൂടാണ് കൊടുക്കേണ്ടതെന്ന്. അതിൽ യാതൊരു തെറ്റും പറ്റുകയില്ല. അറിയാതെ ചൂട് കുറച്ച് കൂടിപ്പോയി അല്ലെ കുറഞ്ഞുപോയി, അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും കർത്താവിനെ സംബന്ധിച്ച് വരികയില്ല. ദൈവത്തിന് സ്തോത്രം. ആറാമത്തെ ഒരു സത്യം, God has promised that he will never abandon us in the midst of trials. കഷ്ടങ്ങളുടെ നടുവിൽ നമ്മെ ഒരിക്കലും കൈവിട്ട് കളകയില്ല എന്ന് കർത്താവ് വാക്ക് പറഞ്ഞിട്ടുണ്ട്. എബ്രായ ലേഖനം 13 അധ്യായത്തിന്റെ 5 വാക്യം നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 13 അധ്യായത്തിന്റെ 5 വാക്യം. Hebrews 13 and verse 5. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഇത് കേവലം പരിശോധനകളുടെ മധ്യത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ആകമാനം ഇത് ശരിയാ. കർത്താവിന്റെ ഒരു വാഗ്ദത്തം നമുക്കുണ്ട്. എന്താ? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല. ഈ വാക്യത്തിന് വിശദീകരണം നിങ്ങൾ നല്ല കമന്ററികളിൽ ഏതെങ്കിലും ഒന്ന് നോക്കണം. വില്യം മാക്ഡൊണാൾഡിന്റെ കമന്ററി നിങ്ങളുടെ കയ്യിൽ, പലരുടെ കയ്യിലും ഇംഗ്ലീഷും മലയാളവും ഒക്കെ കാണുമല്ലോ. ഈ വാക്യം വീട്ടിൽ ചെന്നിട്ട് ഒന്ന് എടുത്തു നോക്കണം. അതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന വിശദീകരണം എന്താണ്? അതിന്റെ വിശദീകരണത്തിന്റെ രക്തം ചുരുക്കം ഞാൻ പറയാം. ഗ്രീക്ക് ഭാഷയിൽ, മൂലഭാഷയിൽ ഞാൻ നിന്നെ ഒരു നാളും എന്നുള്ളത് 4 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഗ്രീക്ക് ഭാഷയിൽ അത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് പറയാൻ എനിക്ക് ഗ്രീക്ക് ഭാഷ അറിഞ്ഞുകൂടാ. എന്നാൽ വേദവ്യാഖ്യാതാക്കളെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാനതങ്ങ് പറയുക. അതിന്റെ വ്യാകരണത്തിൽ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയുകയാണ്. എന്താ ദൈവം പറഞ്ഞിരിക്കുന്നത്? ഐ വിൽ നെവർ 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 ലീവ് യു നോർ forsake you. ഞാൻ നിന്നെ ഒരു നാളും ഒരു നാളും ഒരു നാളും ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അനേക വട്ടം ആ നെഗറ്റീവ് പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം പറഞ്ഞാൽ ധാരാളം പോരെ. ദൈവം ഒരു പ്രാവശ്യം പറയുന്നതും ശരിയാണല്ലോ, സത്യമാണല്ലോ. എന്നാൽ ആവർത്തിച്ച് ഈ ആശയം വരത്തക്കവണ്ണം, നമ്മെ ഉറപ്പിക്കത്തക്കവണ്ണം യാതൊരു കാരണവശാലും അവൻ നമ്മെ കൈവിട്ട് കളയുകയില്ല. കർത്താവ് യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞു, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. അത് രക്ഷയോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, തന്റെ അടുക്കൽ വരുന്ന തന്റെ മക്കളെ അവൻ ഒരു കാരണവശാലും കൈവിട്ട് കളയുകയില്ല. അതുകൊണ്ട് എത്ര വലിയ കഷ്ടതയിലോ വൈഷമ്യങ്ങളിലോ കൂടെ നാം കടന്നുപോയാലും, നമുക്കത് മനസ്സിലായില്ലെങ്കിലും, കഷ്ടം വളരെയാണെങ്കിലും, ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്. അതെന്താ? കർത്താവ് ഒരിക്കലും നമ്മെ കൈവിട്ട് കളയുകയില്ല, ഉപേക്ഷിച്ച് കളയുകയില്ല. ഏഴാമത്തെ ഒരു സത്യം, റിമൂവൽ ഓഫ് our problems is not necessary for the accomplishment of God's purposes. ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നതിന് പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകണമെന്ന് നിർബന്ധമില്ല.
ദൈവത്തിന്റെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങൾ, പരിപാടികൾ നിറവേറ്റുന്നതിന് നമ്മുടെ ജീവിതത്തിൽ എല്ലാ വൈഷമ്യങ്ങളും നീങ്ങിപ്പോകണമെന്ന് നിർബന്ധമില്ല. എന്താ അതിന്റെ അർത്ഥമെന്ന് ഞാൻ വിശദീകരിക്കാം. 2 കൊരിന്ത്യർ 12:8 വാക്യം ഒന്ന് വായിച്ചേ. 2 Corinthians chapter 12 and verse 8. 2 കൊരിന്ത്യർ 12:8 വാക്യം. അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. മതി. പൗലോസിന്റെ കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജഡത്തിൽ ഒരു ശൂലം തന്നെ കുത്തുവാൻ പിശാചിന്റെ ഒരു ദൂതനെ തന്നെ ദൈവം നൽകി. അത് വിട്ടുമാറേണ്ടതിന് 3 വട്ടം അപേക്ഷിച്ചു. അപ്പൊ ന്യായമായിട്ട് പൗലോസ് എന്ത് ചിന്തിച്ച് കാണാം? നമ്മളായിരുന്നേ അങ്ങനെ ചിന്തിക്കുമല്ലോ. എന്ന് ചിന്തിച്ച് കാണും, ഈ ജഡത്തിലെ ശൂലം എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് കൃത്യം അറിഞ്ഞുകൂടാ. ഏതോ ഒരു വലിയ ബുദ്ധിമുട്ട്. ഈ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കർത്താവിന് വേണ്ടി ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും എനിക്ക് ചെയ്യാൻ ഒക്കത്തില്ല. കാരണം ഇപ്പൊ ഒരു തടസ്സം വന്നിരിക്കുക. 100 കാര്യം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം, അല്ലെങ്കിൽ കർത്താവ് എന്നെ കുറിച്ച് പദ്ധതി ഇട്ടിരിക്കുന്നത്. പക്ഷേ ഈ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇപ്പോ അതിലൊരു 75 കാര്യം എന്നെ കൊണ്ട് നടക്കുള്ളൂ. ഈ ബുദ്ധിമുട്ട് ഇല്ലായിരുന്നെങ്കിൽ 100-ൽ 100 ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പൊ ഏതായാലും ഒക്കെയല്ല, ഇങ്ങനെ ഒരു തടസ്സം വന്നല്ലോ. അങ്ങനെയാണ് ന്യായമായി ചിന്തിക്കാൻ സാധ്യത. കർത്താവെ, ഈ പ്രയാസമെല്ലാം ഒന്ന് മാറ്റണേ. എന്നാൽ കർത്താവ് ഈ സംഭവത്തിൽ കൂടെ അവനെ പഠിപ്പിച്ചൊരു പാഠം എന്താണെന്നറിയാമോ? നിന്നെ കുറിച്ചുള്ള എന്റെ സകല പരിപാടികളും ഈ പ്രശ്നം ഇരിക്കുമ്പോൾ തന്നെ നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ എനിക്ക് കഴിയും. നിന്നെ കുറിച്ചുള്ള എന്റെ പദ്ധതി നിറവേറ്റുന്നതിന് ഈ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോവുക എന്നുള്ളത് ഒരാവശ്യമല്ല. നമ്മളും ചിലപ്പോൾ വിചാരിക്കും, ഈ ബുദ്ധിമുട്ടില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ജീവിക്കായിരുന്നു. ഈ വിഷമം, ഈ ശോധന എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ദൈവത്തിന് വേണ്ടി കൂടുതൽ യാത്ര ചെയ്യായിരുന്നു, ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടാമായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ആ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, മനുഷ്യരായതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കും. ഇപ്പൊ ഈ ബുദ്ധിമുട്ട് വന്നുകൊണ്ട് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, ഇപ്പൊ ഈ ബുദ്ധിമുട്ട് വന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടതുപോലെ പ്രയോജനപ്പെടാൻ ഒക്കുന്നില്ല എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വൈഷമ്യങ്ങളെ കുറിച്ച് നാം ചിന്തിച്ചു എന്ന് വരാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവമാണ് ആ ബുദ്ധിമുട്ട് അനുവദിച്ചതെങ്കിൽ ആ ബുദ്ധിമുട്ട് ഇരിക്കെ തന്നെ നമ്മെ കൊണ്ട് ഉദ്ദേശിക്കുന്ന സകല കാര്യവും നിവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. 91 സങ്കീർത്തനത്തിന്റെ 12 വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 91 സങ്കീർത്തനത്തിന്റെ 12 വാക്യം. Psalm 91 verse 12. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. അത്ര മതി. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കത്തക്കവണ്ണം നിന്നെ വഹിച്ചുകൊള്ളും. നമ്മുടെ പ്രാർത്ഥന, ദൈവമേ വഴിയിൽ നിന്ന് ഈ കല്ലെല്ലാം ഒന്ന് എടുത്ത് മാറ്റണേ എന്നാ. ചിലപ്പോ ദൈവം കല്ല് മാറ്റും, പലപ്പോഴും മാറ്റുകയല്ല. ദൈവം പറയുന്നത് എന്താ? കല്ലവിടെ കടന്നോട്ടെ, പക്ഷേ നിന്റെ കാലതിൽ തട്ടിപ്പോകാതെ കൊണ്ട് ഞാൻ സൂക്ഷിച്ചുകൊള്ളാം. നമ്മുടെ പ്രാർത്ഥന, കർത്താവേ ഈ പ്രശ്നങ്ങളും തടസ്സങ്ങളും ബലഹീനതകളൊക്കെ ഒന്ന് മാറിപ്പോകണമേ, നിന്നെ കൂടുതൽ സേവിപ്പാൻ, കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ നിന്റെ കാര്യങ്ങൾ ഏർപ്പെടുവാൻ എനിക്കിടയാകുമല്ലോ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ചിലപ്പോ ആ പ്രശ്നങ്ങളൊക്കെ മാറിയെന്നിരിക്കും, പലപ്പോഴും ആ പ്രശ്നങ്ങൾ മാറാതെ അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് ദൈവം പറയും. എന്നാൽ ആ പ്രശ്നങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മെ കൊണ്ട് ചെയ്യിക്കാൻ ദൈവം ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യവും നമ്മെ കൊണ്ട് ചെയ്യിച്ചെടുക്കുവാൻ ദൈവത്തിന് കഴിയും. ഫിലിപ്പിയർ 4:13 പറയുന്ന പോലെ വേറൊരു കോണ്ടെക്സ്റ്റിലാണ് ആ വാക്യം പറയുന്നത് എന്ന് വരികിലും ഒരു പൊതു പ്രമാണമായിട്ട് എടുത്ത് ഞാൻ പറയുകയാണ്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഏത് പരിതസ്ഥിതിയിലും സകലത്തിലും ഞാൻ മതിയാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറിപ്പോണമെന്നുള്ളത് നിർബന്ധമായ കാര്യമല്ല. ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ നിറവേറുന്നതിന് എല്ലാ വിഷമങ്ങളും മാറിപ്പോകണമെന്നില്ല. 8ാമതായിട്ട്, sorrow and comfort, trial and joy go together only in Christian suffering. ക്രിസ്തീയ ശോധനകളിൽ, ദൈവം അനുവദിക്കുന്ന ശോധനകളിൽ മാത്രമേ ദുഃഖവും ആശ്വാസവും കഷ്ടവും സന്തോഷവും ഒരുമിച്ച് പോകുകയുള്ളൂ. ഈ ലോകത്തിൽ അതൊരിക്കലും ഒരുമിച്ച് പോകത്തില്ല. ദുഃഖത്തിന്റെ ഇടയ്ക്ക് ആശ്വാസമില്ല, ദുഃഖം മാറിയാൽ ആശ്വാസമുണ്ട്. കഷ്ടത്തിന്റെ ഇടയ്ക്ക് ആർക്കെങ്കിലും സന്തോഷമുണ്ടോ? കഷ്ടത്തിൽ ആരെങ്കിലും സന്തോഷിക്കുമോ? കഷ്ടത്തിൽ പിറുപിറുക്കുക ചെയ്യുന്നത് അല്ലേ. എന്നാൽ തിരുവെടുത്ത് എന്താ പറയുന്നത്? 2 കൊരിന്ത്യരിലേക്ക് നമുക്കൊന്ന് തിരിയാം. 2 കൊരിന്ത്യർ 6-ാം 10-11 വാക്യങ്ങൾ. അപ്പോസ്തലനായ പൗലോസിന്റെ അനുഭവം പൗലോസ് പറയുകയാണ്. 2 കൊരിന്ത്യർ 6:10-11 വാക്യങ്ങൾ. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവർ എങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. അത്രേ മതി. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. ദുഃഖമുണ്ട്, പക്ഷെ അതിന്റെ മധ്യത്തിൽ എന്തുണ്ട്? സന്തോഷമുണ്ട്. 7-ാം അധ്യായം നോക്കുക, അതിന്റെ 4 മുതൽ 6 വരെ വായിച്ചേ.
7-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെ. നിങ്ങളോട് എനിക്കുള്ള പ്രാഗൽഭ്യം വലിയത്, ആ നിങ്ങളെക്കുറിച്ചുള്ള എന്റെ പ്രശംസ വലിയത്. ആ. ഞാൻ ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആ. ഞങ്ങളുടെ സകല കഷ്ടതയിലും സന്തോഷം എനിക്ക് കവിഞ്ഞിരിക്കുന്നു. സകല കഷ്ടതയിലും സന്തോഷം എനിക്ക് കവിഞ്ഞിരിക്കുന്നു. കഷ്ടതയിൽ എങ്ങനെയാ സന്തോഷം കവിയുന്നത്? ദുഃഖത്തിൽ എങ്ങനെയാണ് ആശ്വാസം കവിയുന്നത്? സകല കഷ്ടതയിലും സന്തോഷം കവിഞ്ഞിരിക്കുന്നു. അതിന്റെ താഴോട്ടോടൊന്ന് വായിച്ചേ, അടുത്ത വാക്യം കൂടെ വായിച്ചേ. ഞങ്ങൾ മക്കതോനിയയിൽ എത്തിയ ശേഷവും ആ ഞങ്ങളുടെ ജഡത്തിന് ഒട്ടും സുഖമല്ല, ഒട്ടും സുഖമല്ല. ആ എല്ലാവിധത്തിലും കഷ്ടമത്രേ ഉണ്ടായത്. വിധത്തിലും കഷ്ടമത്രേ. പുറത്ത് യുദ്ധം, അകത്ത് ഭയം. പുറത്തും അകത്തും എല്ലാം കുഴപ്പമാ. എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം. അത്രേ മതി. എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം. പുറത്ത് യുദ്ധം, പുറത്തും അകത്തും യുദ്ധവും ഭയവും സകല വിധത്തിലും കഷ്ടമത്രേ. എന്നാൽ അതിന്റെ നടുവിൽ ആശ്വാസമുണ്ട്. എന്താ കാര്യം? എളിയവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം ഈ കഷ്ടത്തിന് നടുക്ക് ഞങ്ങളോടുകൂടെ ഉണ്ട്. 8-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം കൂടെ ഒന്ന് വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ 8-ന്റെ 1-ഉം 2-ഉം. 2 Corinthians 8:1-2. സഹോദരന്മാരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ആ കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. അവിടെ ശ്രദ്ധിക്കുക, മക്കതോനിയയിലെ വിശ്വാസികൾ കഷ്ടത എന്ന കഠിന ശോധനയില്ല. ഓ, കഷ്ടത എന്ന കഠിന ശോധന, അതിന്റെ മധ്യത്തിൽ അവർക്ക് എന്തുണ്ട്? സന്തോഷ സമൃദ്ധിയുണ്ട്. പിന്നെ മഹാദാരിദ്ര്യമാണ് അതിന്റെ നടുക്ക് ധാരാളം ഔദാര്യം. ഇവിടെ നോക്കുക, ഒരു ഇക്വേഷൻ, കണക്കിലൊക്കെ നമ്മൾ ഇക്വേഷൻ സമവാക്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, ക്രിസ്തീയ ശോധനയിലെ ഇക്വേഷൻ. എന്താണെന്നറിയാമോ? കഷ്ടത എന്ന കഠിന ശോധന പ്ലസ് മഹാദാരിദ്ര്യം ഈസ് ഈക്വൽ ടു സന്തോഷ സമൃദ്ധി പ്ലസ് ധാരാളം ഔദാര്യം. എല്ലാവർക്കും ഇക്വേഷൻ മനസ്സിലായോ? ഇതാണ് കഷ്ടതയുടെ പരിശോധനയുടെ, ക്രിസ്തീയ പരിശോധനയുടെ ഇക്വേഷൻ. ഗ്രേറ്റ് ട്രയൽ ഓഫ് അഫ്ലിക്ഷൻ പ്ലസ് deep poverty is equal to abundance of joy plus riches of liberality. ഇത് ക്രിസ്തീയ ശോധനയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ലോകത്തിൽ വേറെ ഒരു കോണ്ടെക്സ്റ്റിലും ഇത് സാധിക്കയില്ല. ലോകത്തിൽ എത്രയോ തെളിവുകൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഫാനി ക്രോസ്ബി എന്ന പാട്ടുകാരിയെ നിങ്ങൾക്കറിയാം. ബാല്യത്തിൽ തന്നെ ചികിത്സിച്ച ഒരു ഡോക്ടർ നിമിത്തം അന്ധയായി തീർന്ന ഒരു സ്ത്രീയാണ്. തന്റെ ജീവിതത്തിൽ താൻ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, 7000-ത്തിലധികം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. തന്റെ പാട്ടുകളാണ് നമ്മുടെ പാഠപുസ്തകത്തിലൊക്കെ ഒത്തിരി ഉള്ളത്. യേശുവൻ സ്വന്തം ഹല്ലേലൂയ എന്ന നിലയിൽ നാഗൽ സാഹിബ് എഴുതിയിരിക്കുന്നത് ബ്ലെസ്സഡ് അഷ്വറൻസ് ജീസസ് ഈസ് മൈൻ എന്ന പാട്ടിന്റെ ചുവട് പിടിച്ചാണ്. അങ്ങനെ എത്രയോ പാട്ടുകൾ, നമ്മൾ പാടുന്ന അനേക പാട്ടുകളും അവരെഴുതിയതാണ്. ടു ഗോഡ് ബി ദ ഗ്ലോറി, പ്രൈസ് ഹിം ജീസസ് ആ ബ്ലെസ്സഡ് റെഡീമർ, ഓൾ ദ വേ മൈ സേവിയർ ലീഡ്സ് മീ, ജീസസ് കീപ് മീ നിയർ ദ ക്രോസ്, പാസ് മീ നോട്ട് എ ജെന്റിൽ സേവിയർ. ഇതെല്ലാം അവരുടെ പാട്ടാണ്. ഫാനി ക്രോസ്ബി ഇത്രയധികം പാട്ടുകൾ എഴുതാനിടയായി. ബാല്യത്തിൽ മറ്റൊരാളുടെ അനാസ്ഥ നിമിത്തം തനിക്ക് അന്ധയാകേണ്ടി വന്നു എന്ന് വരികിലും കർത്താവിനെ അറിഞ്ഞ മുഖാന്തരം ജീവിതത്തിൽ എന്തൊരു സന്തോഷമായിരുന്നു. ഫാനി ക്രോസ്ബി ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യം ഞാനൊന്ന് ഉദ്ധരിക്കട്ടെ. ഓ വാട്ട് എ ഹാപ്പി സോൾ ഐ ആം. ഞാൻ എത്രയോ സന്തോഷമുള്ള ഒരു വ്യക്തിയാണ്. ഓൾദോ ഐ കാനോട്ട് സീ, എനിക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും ഐ ആം റിസോൾവ്ഡ് ദാറ്റ് ഇൻ ദിസ് വേൾഡ് കണ്ടന്റഡ് ഐ വിൽ ബി. ഈ ലോകത്തിൽ തൃപ്തയായി ഞാൻ ജീവിക്കും. ഹൗ മെനി ബ്ലെസ്സിങ്സ് ഐ എൻജോയ് ദി അതർ പീപ്പിൾ ഡോണ്ട്. മറ്റുള്ളവർക്കില്ലാത്ത എത്രയോ അനുഗ്രഹങ്ങളാണ് എനിക്കുള്ളത്. Weep and sigh because I am blind, I cannot and I won't. ഞാൻ അന്ധയായി പോയത് കൊണ്ട് കരയുക, നെടുവീർപ്പെടുക എന്നുള്ളത് ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല. എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ ഒക്കെയുമില്ല. കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ. ക്രിസ്തീയ മാർഗത്തിൽ മാത്രമേ ദുഃഖത്തിന്റെ മധ്യത്തിൽ ആശ്വാസമുള്ളൂ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ കഷ്ടങ്ങൾ നിത്യതയുമായി താരതമ്യം ചെയ്യുമ്പോൾ താൽക്കാലികമാണ്. കഷ്ടങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ അത് പെട്ടെന്ന് തീർന്നു പോകുന്നതാണ്. 2-3 വാക്യങ്ങൾ വായിച്ച് നമുക്ക് നിർത്താം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 17-ാം വാക്യം. 2 Corinthians 4:17. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. അത്ര മതി. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ബാക്കിയുടെ വായിച്ചു. ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. നോയിക്ക് അതിന്റെ കമ്പാരിസൺ എന്ത് തമ്മില? നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം കിട്ടാൻ പോകുന്നത് അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യാഘനം.
1 പത്രോസ് 5:10 ഒന്ന് വായിക്കാം. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 5 ആൻഡ് വേഴ്സ് 10. 1 പത്രോസ് 5:10 വാക്യം. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ആ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. അല്പകാലത്തേക്കുള്ള കഷ്ടം. പ്രിയപ്പെട്ടവരെ, കഷ്ടങ്ങളുണ്ട്. പക്ഷെ ഒരു ദൈവവൈതലിന് ഈ ലോകത്തിൽ വെച്ച കഷ്ടങ്ങളിലെല്ലാം മാറിപ്പോകണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ദൈവം മാറ്റിയെന്ന് വരും, ചിലപ്പോൾ മാറ്റിയില്ലെന്ന് വരും. എന്നാൽ ഒരു വലിയ പ്രത്യാശ നമ്മുടെ മുമ്പിലുണ്ട്. ഈ കഷ്ടങ്ങൾ അല്പനേരത്തേക്കുള്ളതാണ്. എത്രയും വേഗത്തിൽ ഇത് മാറും. തേജസ്സിന്റെ നിത്യഘനം നമുക്ക് ലഭിക്കാൻ പോകുകയാണ്. അപ്പോൾ പരിശോധനയെക്കുറിച്ച്, കഷ്ടങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്ന 9 സത്യങ്ങൾ, വേറെയും പല സത്യങ്ങൾ കാണും. എന്നാൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട 9 കാര്യങ്ങൾ ഇന്ന് രാത്രി ചിന്തിക്കാൻ നമുക്കിടയായി. ഈ കാര്യങ്ങളുടെ കേൾവി നമ്മുടെ എല്ലാവരുടെയും പ്രായോഗിക ജീവിതത്തിൽ വരുന്ന ദിവസങ്ങളിൽ ആശ്വാസത്തിനും ധൈര്യത്തിനും കാരണമാകട്ടെ. പ്രാർത്ഥനയോടെ നാളെ കടന്നു വരിക. ദൈവം അനുവദിച്ചാൽ കഷ്ടങ്ങൾ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നാളെ രാത്രി പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.